Good afternoon all. Good afternoon all. Okay. 10th class start ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തോ? കുറച്ച് പറഞ്ഞു വെച്ച് നോക്കണം അല്ലെ, ഇൻട്രൊഡക്ഷൻ പാർട്ട് ഓർക്കുന്നുണ്ടോ? കുറച്ച് ദിവസമായി ക്ലാസ്. എവിടെ വരെ നമ്മൾ എടുത്തത്? ബയോമെഡിക്കൽ സ്റ്റാർട്ട് ചെയ്തില്ലേ നമ്മള്? ഫസ്റ്റ് സെക്ഷൻ പറഞ്ഞോ? കംപ്ലീറ്റ് ചെയ്തില്ലേ ഇൻട്രൊഡക്ഷൻ? അല്ലെങ്കിൽ ഞാൻ വായിക്കാനാണ് പറഞ്ഞിരുന്നത്? ഓർക്കുന്നുണ്ടോ? റെസ്പോൺസ് ഒന്നും ഇല്ലല്ലോ. ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യാം കേട്ടോ. ബയോമെഡിക്കൽ വേസ്റ്റ് നമ്മൾ ഇൻട്രൊഡക്ഷൻ അല്ലേ എടുത്തത്? ആണോ? ക്ലാസ്സിൽ ആരും ഇല്ലേ? ഓക്കെ, ഇൻട്രൊഡക്ഷൻ മാത്രമല്ലേ നമ്മൾ സ്റ്റാർട്ട് ചെയ്തുള്ളൂ. ബാക്കി പോർഷൻസ് ഒബ്ജക്റ്റീവ് പറഞ്ഞായിരുന്നോ? ഒബ്ജക്റ്റീവ് വരെ പറഞ്ഞോ? അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻ മാത്രമാണോ നമ്മൾ എടുത്തത്? ഓക്കെ, ഇപ്പൊ ഫസ്റ്റ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡക്ഷൻ ഒന്ന് നമുക്ക് നോക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറയണേ, നോക്കാം. നിങ്ങൾക്ക് ഓർമ്മയില്ല, ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അത് ഞാൻ പറഞ്ഞത് ഇൻട്രൊഡക്ഷൻ മാത്രം ജസ്റ്റ് നമ്മളൊന്ന് വായിച്ചു പോയിട്ടുള്ളൂ. ഓക്കെ, പിന്നെ അതും ഓർമ്മയില്ല എന്ന് എനിക്കറിയാം അല്ലെ. അപ്പൊ നോക്കാം, ഫസ്റ്റ് ഇവിടേക്ക് പറയാം കേട്ടോ. ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് നമ്മൾ പറഞ്ഞു. ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് പറയുന്നത് ഹോസ്പിറ്റലിൽ നിന്നും പുറപ്പെടുവിക്കുന്ന അല്ലെങ്കിൽ ലബോറട്ടറികളിൽ നിന്നും ഹോസ്പിറ്റലിൽ നിന്നൊക്കെ പുറപ്പെടുവിക്കുന്ന വേസ്റ്റുകളെയാണ്, മാലിന്യങ്ങളെയാണ് നമ്മൾ ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഇനി അതിന്റെ ഇൻട്രൊഡക്ഷൻ ഒന്ന് വായിക്കാം. വായിച്ചിട്ട് നമുക്കതൊന്ന് ചുരുക്കി പറയാം. The amount of garbage produced by healthcare institution has increased as a result of growing medical advancement and new hospital construction for better health care. വായിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ഓക്കെ ഓക്കെ. എനിക്ക് അറിയില്ല, ഇൻട്രൊഡക്ഷൻ ഞാൻ വായിക്കാനാണോ അല്ലെങ്കിൽ ഞാൻ വായിച്ചോന്ന്, അതാണ് ഞാൻ ചോദിച്ചത് നിങ്ങളോട്. ഓക്കെ, എന്നിട്ട് വായിച്ചോ? ആരെങ്കിലും വായിക്കാൻ പറഞ്ഞിട്ട്? ആരും വായിച്ചു കാണില്ല അല്ലേ? ആരെങ്കിലും വായിച്ചായിരുന്നോ? വായിക്കാൻ പറഞ്ഞിട്ട് ആരും വായിച്ചിട്ടില്ലല്ലോ. ഓക്കെ, കുഴപ്പമില്ല, നോക്കാം. The amount of garbage produced by healthcare institution has increased as a result of growing medical advancement and new hospital construction for better health care. ഈ ഗ്യാർബേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഗ്യാർബേജ് മാലിന്യങ്ങളെ തന്നെയാണ് കേട്ടോ ഗ്യാർബേജ് എന്ന് വിളിക്കുന്നത്. എഴുതി വെച്ചോളൂ, അറിയില്ലാത്തവര് മുകളിലൊന്ന് മലയാളത്തിൽ എഴുതി വെക്കുക. ഗ്യാർബേജ് എന്ന് പറയുന്നത് മാലിന്യങ്ങൾ. ഓക്കെ, വേസ്റ്റ് തന്നെ. കൂടെ പറയുന്നത് the amount of garbage അല്ലെ, അതായത് ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നും മറ്റും പുറപ്പെടുവിക്കുന്ന മാലിന്യങ്ങളുടെ എണ്ണം അല്ലെങ്കിൽ മാലിന്യങ്ങൾ ഓരോ ദിവസവും കൂടി വരികയാണെന്ന്. എന്തുകൊണ്ടാണ്? ഹാസ് ഇൻക്രീസ്ഡ് ആസ് ദ റിസൾട്ട് ഓഫ് ഗ്രോവിംഗ് മെഡിക്കൽ അഡ്വാൻസ്മെന്റ് അല്ലെ. നമുക്കറിയാം, ഇന്ന് നമുക്ക് നമ്മുടെ ഇപ്പൊ നിങ്ങളുടെ വീടിന്റെ പരിസരത്തൊക്കെ ആണെങ്കിലും 1-2 ഹോസ്പിറ്റലുകളുണ്ട് അല്ലെ. പഴയ കാലത്തെ പോലെയല്ല. ഇന്ന് എന്താണ്? മെഡിക്കൽ അഡ്വാൻസ്മെന്റ്, ടെക്നോളജി ഡെവലപ്പ് ചെയ്തു. സോ അതിനനുസരിച്ചിട്ട് ഹോസ്പിറ്റലുകളുടെ എണ്ണം കൂടി അല്ലെ. ഒരുപാട് ഹോസ്പിറ്റലുകളിലെ ഇന്നൊരു ഏരിയ എടുത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ മിനിമം ഒരു 2 ഹോസ്പിറ്റലെങ്കിലും ആ ഒരു ഏരിയയിൽ ഉണ്ടായിരിക്കും. ഉണ്ടോ? നിങ്ങളുടെ അടുത്ത് തന്നെയാണെങ്കിൽ നമ്മുടെ ആ ഒരു ലൊക്കാലിറ്റിയിൽ ഒന്നിലധികം ഹോസ്പിറ്റലുകൾ ഇന്ന് ലഭ്യമാണ് അല്ലെ. ചിലപ്പോൾ കുറച്ചുകൂടി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഉണ്ടാവാം, ജനറൽ ഹോസ്പിറ്റലുകൾ ഉണ്ടാകാം. ഓരോ ദിവസവും ഇത് ഇൻക്രീസ് ചെയ്ത് വരികയാണെന്ന് ഹോസ്പിറ്റലുകളുടെ കൺസ്ട്രക്ഷൻ വർക്ക്. സോ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് അവിടെ നിന്ന് ഉത്പാദിപ്പിക്കുന്ന മാലിന്യങ്ങളുടെ അളവും ഓട്ടോമാറ്റിക്കലി ഉണ്ടാകും, ഇൻക്രീസ് ആകുന്നു. Then both waste from any medical practice in healthcare facilities, testing centers and laboratories are referred to as healthcare waste or biomedical waste. Underline ചെയ്യാം, ഒരു പ്രാവശ്യം വായിക്കാം, അണ്ടർലൈൻ ചെയ്യണേ. Both waste from any medical practice in healthcare facility, healthcare facility എന്നുള്ള വേസ്റ്റുകളും ടെസ്റ്റിംഗ് സെന്റേഴ്സ് മീൻസ് മറ്റു ടെസ്റ്റ് ചെയ്യുന്ന ലാബുകൾ, അങ്ങനെയുള്ള ലബോറട്ടറീസ് ആർ റെഫേർഡ് ടു ആസ് ഹെൽത്ത് കെയർ വേസ്റ്റ് ഓർ ബയോമെഡിക്കൽ വേസ്റ്റ്. അപ്പോ ഹെൽത്ത് കെയർ മീൻസ് ഹോസ്പിറ്റലുകളിൽ നിന്നും ലബോറട്ടറികളിൽ നിന്നും പുറപ്പെടുവിക്കുന്ന വേസ്റ്റ് മാലിന്യങ്ങളെയാണ് നമ്മൾ ബയോമെഡിക്കൽ വേസ്റ്റ് ഓർ ഹെൽത്ത് കെയർ വേസ്റ്റ് എന്ന് വിളിക്കുന്നത്. അണ്ടർലൈൻ ചെയ്യാം.
ബയോമെഡിക്കൽ വേസ്റ്റിന് തന്നെ പറയുന്ന മറ്റൊരു പേരാണ് ഹെൽത്ത് കെയർ വേസ്റ്റ്. അണ്ടർലൈൻ ചെയ്തോ? ഞാൻ വായിച്ച ആ ഒരു സെക്ഷൻ ഒന്ന് അണ്ടർലൈൻ ചെയ്യണേ. ഓക്കെ, അപ്പൊ പേര് മറക്കണ്ട. ബയോമെഡിക്കൽ വേസ്റ്റിന് പറയുന്ന മറ്റൊരു പേരാണ് ഹെൽത്ത് കെയർ വേസ്റ്റ്. ഓക്കെ, ഇനി ഹെൽത്ത് കെയർ വർക്കേഴ്സ്, ദ ജനറൽ പബ്ലിക് and the nearby flora and fauna are all at risk from hospital trash. Hospital trash എന്ന് ഉദ്ദേശിക്കുന്നത് ഈ വേസ്റ്റുകൾ തന്നെയാണ്. ഹെൽത്ത് കെയർ വർക്കേഴ്സ് അല്ലെ, ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകള്, then ജനറൽ പബ്ലിക് പൊതുജനങ്ങള്, then nearby flora and fauna. എന്ത് ഫ്ലോറ ആൻഡ് ഫോണ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബയോളജിക്കാരെങ്കിലും ഉണ്ടോ? ഫ്ലോറ ആൻഡ് ഫോണ സസ്യ ജന്തുജാലങ്ങൾ നിയർ ബൈ, ആ ഹോസ്പിറ്റലിന്റെ ആ ഒരു ഹെൽത്ത് കെയർ സെന്ററിന്റെ അടുത്തുള്ള സസ്യ ജന്തുജാലങ്ങള്, അതുപോലെ തന്നെ എന്താണ് ഹെൽത്ത് കെയർ വർക്കേഴ്സ്, പബ്ലിക്, ഇവരെല്ലാം ഈ ഹോസ്പിറ്റൽ വേസ്റ്റ്, ബയോമെഡിക്കൽ വേസ്റ്റിന് റിസ്ക് അനുഭവിക്കുന്നവരാണ് അല്ലെ. ആ ചുറ്റുഭാഗത്തുള്ള സസ്യ ജന്തുജാലങ്ങള്, വർക്കേഴ്സ്, അത് അവര് മീൻസ് നമ്മളെ ഹോസ്പിറ്റൽ വേസ്റ്റ് എടുക്കുന്ന വർക്കേഴ്സ്, അതുപോലെ തന്നെ എന്താണ് പൊതുജനങ്ങള്, ഇവർക്കെല്ലാം ഈ വേസ്റ്റ് കൊണ്ട് റിസ്ക് ആണ്. ഓക്കെ, then hospital and other healthcare facilities issues with waste disposal have grown to be a cause of rising concern. The majority of nations worldwide, especially developing countries, are facing a difficult situation as a result of environmental pollution caused by pathological waste generated by growing populations and the resulting rapid growth in the number of healthcare centers. ഒരുമിച്ച് വായിച്ചാണ് പറയാൻ വേണ്ടി നോക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞു, ഇങ്ങനെയുള്ള ഹോസ്പിറ്റൽ വേസ്റ്റ് ആ ഹോസ്പിറ്റലിന്റെ പരിസരത്തുള്ള സസ്യ ജന്തുജാലങ്ങൾക്കും അതുപോലെ തന്നെ എന്താണ് പൊതുജനങ്ങൾക്കും അതുപോലെ ഹെൽത്ത് കെയർ മീൻസ് ഹെൽത്ത് കെയർ വർക്കേഴ്സ്, ഈ വേസ്റ്റ് കൈകാര്യം ചെയ്യുന്ന വർക്കേഴ്സിനും അത് റിസ്ക് ആയിട്ടുള്ള കാര്യമാണ്. ഇനി അടുത്തത് പറയുന്നത്, hospital and other healthcare facilities issues waste disposal have been a cause of rising concern. Concern എന്ന് വെച്ചാൽ എന്താണ്? ആശങ്ക അല്ലെ. ഈ ഹോസ്പിറ്റലുകളും ഹെൽത്ത് കെയർ വേസ്റ്റുകളും ഹെൽത്ത് കെയറുകളും ഈ വേസ്റ്റുകൾ, അതായത് ആ ഹോസ്പിറ്റലിൽ നിന്നും അവർ ഉത്പാദിപ്പിക്കുന്ന മാലിന്യങ്ങളെ എങ്ങനെ ഡിസ്പോസൽ ചെയ്യണം എന്നുള്ളത് ഒരു വളരെ ആശങ്കമായിട്ടുള്ള ഒരു കാര്യമാണ്. Then the majority of nations worldwide, especially developing countries, are facing difficult situation. ഡെവലപ്ഡ് ആയിട്ടുള്ള കുറച്ച് കൺട്രീസ്, ഡെവലപ്ഡ് കൺട്രീസ് എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റലുകളും ഹെൽത്ത് കെയർ സേവനങ്ങളും കൂടുതലായിരിക്കും അല്ലെ. സോ അവര് ഏറ്റവും ഫേസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻവയോൺമെന്റൽ പൊല്യൂഷൻ ആണെന്ന്. ബൈ പാത്തോളജിക്കൽ വേസ്റ്റ്. പാത്തോളജിക്കൽ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോസ്പിറ്റലിൽ നിന്നുള്ള വേസ്റ്റുകൾ തന്നെ, രോഗകാരികളായിട്ടുള്ള വേസ്റ്റുകൾ. ഈ രോഗകാരികളായിട്ടുള്ള വേസ്റ്റുകൾ അല്ലെങ്കിൽ രോഗം പരത്തുന്ന തരത്തിലുള്ള വേസ്റ്റുകൾ എന്താണ് എൻവയോൺമെന്റൽ പൊല്യൂഷൻ ഉണ്ടാക്കുന്നു. അപ്പൊ എല്ലാ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസുകളിലും ഇപ്പൊ അവർ നേരിടുന്ന ഒരു പ്രശ്നമാണത്. കാരണം അവിടെ കൂടുതൽ ഹോസ്പിറ്റൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ഉണ്ട് അല്ലെ. സോ അവിടുത്തെ വേസ്റ്റുകൾ കൂടുതലായിരിക്കും. ഈ വേസ്റ്റ് കൊണ്ട് എൻവയോൺമെന്റ് പൊല്യൂഷൻ ഉണ്ടാകുന്നു. Then resulting rapid growth in the number of healthcare centers. ഇതിന്റെയൊക്കെ മെയിൻ കാരണം എന്താണ്? അവിടെ റാപ്പിഡ് ആയിട്ട് ഓരോ ഹെൽത്ത് കെയർ സെന്റേഴ്സ് ഇങ്ങനെ ഓരോ ദിവസം വളർന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഒരു ദിവസം ഒന്നിലധികം ഇങ്ങനെ പുതിയ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് വരുന്നു. സോ വരുന്നതിനനുസരിച്ചിട്ട് എന്താണ്? അവിടെയുള്ള മാലിന്യങ്ങളുടെ അളവ് കൂടുന്നു. സോ മാലിന്യങ്ങളുടെ അളവ് പോപ്പുലേഷനും അവിടെയുള്ള സസ്യജന്തുജാലങ്ങൾക്കും അതുപോലെ തന്നെ എന്താണ് ഹെൽത്ത് കെയർ വർക്കേഴ്സിനും അത് റിസ്ക് ഉണ്ടാക്കുന്നു. പലതരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അല്ലെ. ഓക്കെ, ഇത്രയുമാണ് ഇൻട്രൊഡക്ഷൻ ഭാഗത്തിൽ പറയുന്നത് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റിനെ കുറിച്ച്. ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ മാത്രമാണ് ഇൻട്രൊഡക്ഷനിൽ പറയുന്നത്. ക്ലിയർ ആണോ? അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞത് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടല്ലോ. ഹെൽത്ത് കെയർ വേസ്റ്റ് ഓർ ബയോമെഡിക്കൽ വേസ്റ്റ്. ഓക്കെ, ഇനി ഒരു പ്രാവശ്യം ഒന്ന് വായിച്ചു നോക്കാം ഇൻട്രൊഡക്ഷൻ കേട്ടോ. വായിക്കാം, മനസ്സിലാക്കി വായിക്കണം.
ഫ്ലോറ ആൻഡ് ഫൗണ എന്ന് പറഞ്ഞാല് സസ്യജന്തുജാലങ്ങള്. ഫ്ലോറ സസ്യം, ഫ്ലോണ ജന്തുജാലങ്ങള്. ഓക്കെ, അതായത് ആ പരിസരത്തുള്ള ആ ഹോസ്പിറ്റലിന്റെ ഭാഗത്തുള്ള സസ്യങ്ങൾക്കും ജന്തുജാലങ്ങൾക്കും അത് എന്താണ് റിസ്ക് ആണെന്ന്, അപകടമാണ്, മീൻസ് ഇത് മലിനപ്പെടുമല്ലോ. കംപ്ലീറ്റ് ചെയ്തോ? ഇൻട്രൊഡക്ഷൻ വായിച്ചു എല്ലാവരും? ക്ലിയർ ആണോ? വായിച്ചിട്ട് ഓക്കെ ആണോ? Then next one നോക്കുക. What is biomedical waste? BMW. കണ്ടോ? ബയോമെഡിക്കൽ വേസ്റ്റിനെയാണ് നമ്മൾ BMW എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. Okay. Then biomedical waste or hospital waste is any kind of waste containing infectious or potentially infectious. Infectious ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ എന്താണ്? പകർച്ചവ്യാധികളൊക്കെ വരുത്തുന്ന, അല്ലെങ്കിൽ പകർച്ചവ്യാധി മീൻസ് നമുക്ക് പെട്ടെന്ന് ഇൻഫെക്ഷൻ ഒക്കെ വരാൻ ചാൻസ് ഉള്ള, or potentially infectious, അണുബാധ സാധ്യതയുള്ള materials produced during the treatment of both people and animals, as well as during study involving biologists. അനിമൽസിന്റെയും, അതായത് മൃഗങ്ങളുടെയും അതുപോലെ തന്നെ മനുഷ്യരുടെയും ട്രീറ്റ്മെന്റിന്റെ സമയത്ത്, ചികിത്സാ സമയത്ത് ഉത്പാദിപ്പിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ട്രീറ്റ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് പുറപ്പെടുവിക്കുന്ന ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള മെറ്റീരിയൽസ്, അങ്ങനെയുള്ള ഈ പദാർത്ഥങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് പറയുന്നത്. ഈ ബയോമെഡിക്കൽ വേസ്റ്റുകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത സെക്ഷനിലൂടെ പഠിക്കാൻ പോണേ കേട്ടോ. അപ്പോ മെയിൻ ആയിട്ട് പറയുന്നത് അനിമൽസിന്റെയോ അല്ലെങ്കിൽ നമ്മള് പീപ്പിൾസ്, ജനങ്ങളുടെയോ അല്ലെങ്കിൽ എന്താണ് മനുഷ്യരുടെയോ മൃഗങ്ങളുടെയോ ചികിത്സാ സമയത്ത് പുറന്തള്ളപ്പെടുന്ന ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള മെറ്റീരിയൽസ്, വേസ്റ്റുകളെയാണ് ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് പറയുന്നത്. Then during study involving biology. Biologist means നമ്മൾ ലാബുകളിലും മറ്റു ലബോറട്ടറിയിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ. ഓക്കെ, ഇതൊക്കെയാണ് ബയോമെഡിക്കൽ വേസ്റ്റിൽ പറയുന്നത്. ഇനി ഒബ്ജക്റ്റീവ്സ് ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ്. BMW എന്നാണ് കേട്ടോ, ബയോമെഡിക്കൽ വേസ്റ്റ് ആണ് BMW എന്ന് പറയുന്നത്. ലക്ഷ്യങ്ങളാണ് ഇത് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന്. ഒരു 4 ഒബ്ജക്റ്റീവ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. 4 ഒബ്ജക്റ്റീവ് ഒന്ന് പഠിച്ചു വെക്കണം. ഓക്കെ, മനസ്സിലാക്കി പഠിച്ചാൽ മതി, അത് ബൈ ഹാർട്ട് ഒന്നും ചെയ്യണ്ട, എളുപ്പമാണ്, മനസ്സിലാക്കി ഒന്ന് വെക്കാം. ഓക്കെ, അപ്പൊ 4 ഒബ്ജക്റ്റീവുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് to lessen the quantity of waste that must be treated as noxious waste. എന്താണ് പറയുന്നത്? To lessen ചെയ്യാന്ന് വെച്ചാൽ കുറയ്ക്കാണ്. To lessen the quantity of waste that must be treated as noxious waste. അതായത് നമ്മള് വേസ്റ്റുകളുടെ ക്വാണ്ടിറ്റി കുറയ്ക്കുക, ഹോസ്പിറ്റലിലുള്ള വേസ്റ്റിന്റെ ക്വാണ്ടിറ്റി കുറയ്ക്കുക. മസ്റ്റ് ബി ട്രീറ്റഡ് ആസ് നോക്സിയസ് വേസ്റ്റ്. അതിനെ നമ്മള് ഹാൻഡിൽ ചെയ്യേണ്ടത് ഹാനികരമായിട്ടുള്ള ഒരു വേസ്റ്റ് ആയിട്ട് വേണം അതിനെ ഹാൻഡിൽ ചെയ്യാൻ. അതായത് നമ്മൾ നോക്സിയസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നോക്സിയസ് എന്ന് പറഞ്ഞാൽ ദോഷകരമായിട്ടുള്ള രീതിയിലുള്ള വേസ്റ്റുകളാണ്. സോ ഇറ്റ് മസ്റ്റ് ബി ട്രീറ്റഡ് ആസ് നോക്സിയസ്. ഹാനികരമായിട്ടുള്ള രീതിയിൽ വേണം നമ്മൾ അതിനെ കൈകാര്യം ചെയ്യുവാൻ. വേസ്റ്റ് പരമാവധി കുറയ്ക്കുക. ദെൻ അതിനെ കൈകാര്യം ഹാൻഡിൽ ചെയ്യേണ്ടത് എങ്ങനെയാണ്? ദോഷകരമായിട്ടുള്ള വേസ്റ്റ് ആണ് എന്നുള്ള ഒരു രീതിയിൽ തന്നെ വേണം നമ്മൾ അതിനെ ഹാൻഡിൽ ചെയ്യുവാൻ. ദെൻ രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് to lessen the exposability risk to noxious healthcare waste for workers. To lessen the exposability. എന്താണ് exposability എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ exposability എന്താണ് പറയുക? exposability to lessen exposability risk to noxious healthcare waste for workers. അല്ലേ? അതായത് ഇവിടെ പറയുന്നത് വർക്കേഴ്സ്, നമുക്കറിയാം ഹോസ്പിറ്റലിലെ വേസ്റ്റുകൾ ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ കൈകാര്യം ചെയ്യുന്ന കുറെ വർക്കേഴ്സ്, സ്റ്റാഫുകൾ ഉണ്ട് അല്ലേ? സോ അവർക്ക് നോക്സിയസ് ഹെൽത്ത് കെയർ വേസ്റ്റ്, അതായത് ഇങ്ങനെ ഹാനികരമായിട്ടുള്ള വേസ്റ്റുകൾ കൈകാര്യം ചെയ്യുമ്പോൾ ആ റിസ്ക് കുറയ്ക്കാന്ന്. എക്സ്പോസിബിലിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, ഒരു മുൻ സാധ്യത, അതായത് നമ്മള് ഇത് അപകടകരമായിട്ടുള്ള വേസ്റ്റ് ആണ് എന്നറിയാം അല്ലേ? അപ്പോ അത് കൈകാര്യം ചെയ്യുമ്പോൾ അതിന്റെ റിസ്ക് കുറയ്ക്കാന്ന്. റിസ്ക് കുറയ്ക്കാന്ന് വെച്ചാൽ എന്താണ്?
മാസ്ക് എന്നാണോ ഉദ്ദേശിച്ചത്? മാസ്ക് എന്നാണോ ഉദ്ദേശിച്ചത്? കമന്റ്. ഓക്കെ, റിസ്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സുകളും മറ്റും ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ റിസ്ക് കുറയ്ക്കാം എന്നാണ് ആ പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു പ്രാവശ്യം കൊണ്ട് വായിക്കാം, കൺഫ്യൂഷൻ ഉണ്ടെന്ന് അറിയാം. ടു ലെസൺ എക്സ്പോസിബിലിറ്റി റിസ്ക് ടു നോക്സിയസ് ഹെൽത്ത് കെയർ വേസ്റ്റ് ഫോർ വർക്കേഴ്സ്. ഈ നോക്സിയസ് ആയിട്ടുള്ള ഹാനികരമായിട്ടുള്ള വേസ്റ്റ് എടുക്കുമ്പോൾ ഉണ്ടാകുന്ന റിസ്ക് ലെസൺ ചെയ്യാന്ന്, കുറയ്ക്കാന്ന് വർക്കേഴ്സിന്റെ. കുറയ്ക്കുന്നത് എങ്ങനെയാണ്? കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതിനാവശ്യമായിട്ടുള്ള ഗ്ലൗസ്, മാസ്ക്, അങ്ങനെയുള്ള പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു റിസ്ക് കുറയ്ക്കുക. ക്ലിയർ ആയോ? സെന്റൻസ് പെട്ടെന്ന് നിങ്ങൾക്ക് ഒറ്റയടിക്ക് വായിച്ചാൽ കിട്ടില്ല, അതിന്റെ മീനിങ് എന്താണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ മാം. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ്, to reduce the price of treatment and disposal of medical waste. To reduce price of treatment. ട്രീറ്റ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ എന്താണ്? ഡിസ്പോസലിന്റെ ഒരു രീതികളെയാണ് ട്രീറ്റ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ടു റിഡ്യൂസ് പ്രൈസ് ഓഫ് ട്രീറ്റ്മെന്റ് അല്ലെ? അതായത് നമ്മൾ അത് ട്രീറ്റ്മെന്റിന്റെയും എങ്ങനെയാണ് പല രീതിയിലുള്ള ട്രീറ്റ്മെന്റ്സുകൾ നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട്. സോ റിഡ്യൂസ് പ്രൈസ്, ട്രീറ്റ്മെന്റിന്റെ ഡിസ്പോസൽ ചെയ്യുന്ന ട്രീറ്റ്മെന്റ്, അതായത് പല രീതികളിലും നമ്മൾ വേസ്റ്റുകൾ കൈകാര്യം ചെയ്യുന്നുണ്ട്, നിർമ്മാർജ്ജനം ചെയ്യുന്നുണ്ട്. സോ ആ ട്രീറ്റ്മെന്റിന്റെ പ്രൈസ് റിഡ്യൂസ് ചെയ്യാവുന്ന. ഓക്കെ, അടുത്തത് പറയുന്നത് ടു എനേബിൾ റീയൂസ് നോൺ ഹസാർഡ് ജനറൽ വേസ്റ്റ്. ഇപ്പൊ നോൺ ഹസാർഡ്സ് എന്ന് വെച്ചാൽ എന്താണ്? അപകടകരമല്ലാത്ത വേസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അതെന്താണ്? ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്കതിന് എന്താണ്, എങ്ങനെ അതിനെ നമുക്ക് ഡിസ്പോസൽ ചെയ്യണം എന്ന് കൂടി അതിനെ നമ്മൾ നേരത്തെ തന്നെ മുൻകൂട്ടി കാണണമെന്ന്. അതായത് ഒരു വേസ്റ്റ് നമ്മൾ ഉത്പാദിപ്പിക്കുന്നു, സോ ആ വേസ്റ്റിനെ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണമെന്ന് ഓൾറെഡി അപ്പോൾ തന്നെ നമ്മൾ കണ്ടുവെക്കുക. ഓക്കെ, ഇത്രയുമാണ് ഒബ്ജക്റ്റീവ്സ് പറയുന്നത്. 4 ഒബ്ജക്റ്റീവ്സ് ആണ്. ഒന്നുകൂടി പറയാം. ഒബ്ജക്റ്റീവ്സ് പറയുമ്പോൾ കുറച്ച് സംശയങ്ങളൊക്കെ ഉണ്ടാകും, കാരണം ഇത് കഴിഞ്ഞിട്ടുള്ള സെക്ഷനിലാണ് ഈ ട്രീറ്റ്മെന്റ് ഒക്കെ നമ്മൾ പഠിക്കുമ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഒബ്ജക്റ്റീവില് ഫസ്റ്റ് വൺ പറയുന്നത് ടു ലെസൺ ക്വാണ്ടിറ്റി ഓഫ് വേസ്റ്റ് മസ്റ്റ് ബി ട്രീറ്റഡ് ആസ് എ നോക്സിയസ് വേസ്റ്റ്. അല്ലേ? വേസ്റ്റിന്റെ ക്വാണ്ടിറ്റി കുറയ്ക്കുക, ദെൻ ഹാനികരമായിട്ടുള്ള വേസ്റ്റ് ആയിട്ട് കാണുക. ദെൻ രണ്ടാമത് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ to lessen exposability risk to noxious health care waste for workers. വർക്കേഴ്സിന് ഈ നോക്സിയസ് ആയിട്ടുള്ള വേസ്റ്റ് എടുക്കുമ്പോൾ അതിന്റെ റിസ്ക് കുറയ്ക്കുക. റിസ്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് ഒക്കെ യൂസ് ചെയ്യാം. ദെൻ മൂന്നാമതായിട്ട് പറയുന്നത് ടു റെഡ്യൂസ് പ്രൈസ് ഓഫ് ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്പോസൽ ഓഫ് മെഡിക്കൽ വേസ്റ്റ്. നമ്മൾ ഡിസ്പോസൽ ചെയ്യുന്ന രീതികളുടെ അല്ലെങ്കിൽ ആ ഒരു ട്രീറ്റ്മെന്റ് മെത്തേഡ്സിന്റെ പ്രൈസ് കുറയ്ക്കുകയാണ്. To enable reuse on non-hazardous general waste. റീയൂസ് ചെയ്യാവുന്ന, അതായത് ദോഷകരമല്ലാത്ത വേസ്റ്റുകൾ ഉണ്ടെങ്കിൽ നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അത് റീയൂസ് ചെയ്യാൻ നോക്കാം. ഓക്കെ, ഇനി ഒന്ന് വായിച്ചു നോക്കുക. വാട്ട് ഈസ് ബയോമെഡിക്കൽ വേസ്റ്റ് വായിക്കണം, ഒബ്ജക്റ്റീവും വായിക്കാം. ഓക്കെ, റിസ്ക് ഇപ്പൊ ഒന്ന് വായിച്ചൊന്ന് മനസ്സിലാക്കാം. ട്രീറ്റ്മെന്റ്സ് ഒക്കെ എന്താണെന്ന് നമ്മൾ അടുത്തതിൽ പഠിക്കുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും കേട്ടോ. 4 പോയിന്റ്സ് അതുപോലെ തന്നെ ഒന്ന് പഠിച്ചു വെക്കണേ. ഇൻട്രൊഡക്ഷൻ ലാസ്റ്റ് പറയാം. ലാസ്റ്റ് പറഞ്ഞാൽ പോരെ, ഇപ്പൊ ആ ഒരു ഫ്ലോ പോകുന്നു ഇവിടെ. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കാം. ഹു ഈസ് അറ്റ് റിസ്ക്? ഈ ബയോമെഡിക്കൽ വേസ്റ്റ് കൊണ്ട് റിസ്ക് അനുഭവിക്കുന്നത് ആരൊക്കെയാണ് റിസ്ക് അനുഭവിക്കുന്നത്? ടെക്സ്റ്റിൽ നോക്കാതെ ഒന്ന് പറഞ്ഞു നോക്കിയാൽ നമുക്കറിയാലോ. ഒരു ഹോസ്പിറ്റലിലെ ബയോമെഡിക്കൽ മാലിന്യങ്ങൾ കൊണ്ട് റിസ്ക് അനുഭവിക്കുന്നത് ആരൊക്കെയായിരിക്കും?
പീപ്പിൾ പേഷ്യൻസ് ഉണ്ട്. നമ്മൾ മാത്രമാണോ റിസ്ക് അനുഭവിക്കുന്നത്? അവിടെ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സ്, സ്റ്റാഫ് ഉണ്ടാകും അല്ലെ, നഴ്സുമാര്, സ്റ്റാഫുകള്. പിന്നെ ആരൊക്കെയാണ്? എക്സ്പോസിബിലിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധ്യത, മുൻ സാധ്യത ആണ്. അതായത് റിസ്ക് നമുക്ക് വരും എന്നുള്ള ഒരു സാധ്യത നമുക്കുണ്ട്. സോ അത് വരാതിരിക്കാൻ വേണ്ടി, റിസ്ക് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക. അപ്പൊ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് ഒക്കെ ഉപയോഗിക്കും. ഓക്കെ, ചിൽഡ്രൻ. ഓക്കെ, അപ്പം ചിൽഡ്രൻ നമുക്ക് എല്ലാവരും ഒരു പേഷ്യൻസ് ആയിട്ട് കണക്കാക്കാം അല്ലെ. നോക്കാം, ഹു ഈസ് അറ്റ് റിസ്ക്? ഡോക്ടേഴ്സ് ആൻഡ് നഴ്സസ്, then patients, hospital support staff, waste collection and disposal staff, general public and environment. Yes, animal ഒക്കെ നമുക്ക് എൻവയോൺമെന്റിൽ ഉൾപ്പെടുത്താം അല്ലെ. ഡോക്ടേഴ്സ് ഉണ്ട്, നേഴ്സ് ഉണ്ട്, അവിടേക്ക് വരുന്ന പേഷ്യൻസ്, അതുപോലെ ഹോസ്പിറ്റലിലെ മറ്റ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്ത സപ്പോർട്ട് സ്റ്റാഫുകള്, ദെൻ സപ്പോർട്ട് സ്റ്റാഫ്, വേസ്റ്റ് കളക്ഷനിലെ സ്റ്റാഫുകള്, ദെൻ ഡിസ്പോസൽ ചെയ്യുന്ന ആ ഒരു സെക്ഷനിലെ സ്റ്റാഫുകള്, then general public, പൊതുജനങ്ങളും, ആൻഡ് എൻവയോൺമെന്റിൽ ഈ പറഞ്ഞ അനിമൽസും എല്ലാം നമുക്ക് ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, then അടുത്തൊരു സെക്ഷൻ നോക്കാം, സോഴ്സസ് ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ്. അപ്പൊ നമ്മൾ ബയോമെഡിക്കൽ വേസ്റ്റ് എന്താണെന്ന് കണ്ടേ. ഇനി നമ്മൾ നോക്കുന്നത് ഇതിന്റെ ഉറവിടമാണ്. ഓക്കെ, എവിടെന്നൊക്കെയാണ് ഹോസ്പിറ്റൽ ബയോമെഡിക്കൽ വേസ്റ്റുകളുടെ ഉറവിടം? ഞാൻ പറഞ്ഞു, ഹോസ്പിറ്റൽ മാത്രമല്ല ബയോമെഡിക്കൽ വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ലബോറട്ടറികൾ വരാം, അതുപോലെ തന്നെ മറ്റു റിസർച്ച് സെന്റേഴ്സുകൾ വരാം അല്ലേ. നോക്കാം, അപ്പൊ ഇത് നമ്മൾ പഠിക്കാൻ പോകുന്നത് സോഴ്സസ് ആണ്, ഉറവിടങ്ങളാണ്. ഈ ബയോമെഡിക്കൽ വേസ്റ്റിന്റെ ഉറവിടങ്ങൾ. The primary contributor to the production of medical waste are primary and secondary sources. രണ്ട് രീതിയിൽ പ്രാഥമിക സ്രോതസ്സുകളിൽ നിന്നും നമുക്ക് ബയോമെഡിക്കൽ വേസ്റ്റുകൾ ഉണ്ടാകുന്നു, സെക്കൻഡറി സോഴ്സസ്. ഓക്കെ, ഇനി ഓരോ സോഴ്സസിലും ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്തൊക്കെയാണെന്നാണ് പഠിക്കാനായിട്ടുള്ളത്. എളുപ്പമാണ്, ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം, എക്സാമിന് ചോദിക്കാറുള്ളത്. പ്രൈമറി സോഴ്സസ് ഇൻക്ലൂഡ്, പ്രാഥമികമായിട്ടും ബയോമെഡിക്കൽ വേസ്റ്റ് പുറപ്പെടുവിക്കുന്ന എവിടെ നിന്നൊക്കെയാണെന്ന്. പ്രൈമറി സോഴ്സ് ഇൻക്ലൂഡഡ് വേസ്റ്റ് ക്രിയേറ്റഡ് ഇൻ എ, അണ്ടർലൈൻ ചെയ്യണോട്ടോ എവിടെയൊക്കെയാണെന്നേ. പ്രൈമറി സോഴ്സസ് ഇൻക്ലൂഡ് വേസ്റ്റ് ക്രിയേറ്റഡ് ഇൻ എ ഹോസ്പിറ്റൽസ്, മെഡിക്കൽ കോളേജ്, നഴ്സിംഗ് സെന്റർ, ഡയാലിസിസ് സെന്റർ, മെറ്റേണിറ്റി ഹോംസ്, ബ്ലഡ് ബാങ്ക്, റിസർച്ച് ലാബ്സ്, ഇമ്മ്യൂണൈസേഷൻ സെന്റർ, ഓട്ടോപ്സി സെന്റേഴ്സ് എക്സെട്ര. അണ്ടർലൈൻ ചെയ്തോ? എവിടെ നിന്നൊക്കെയാണെന്ന് അണ്ടർലൈൻ ചെയ്യണേ. പ്രൈമറി സോഴ്സസ് ആണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്, ഹോസ്പിറ്റൽസ്, മെഡിക്കൽ കോളേജസുകള്, നഴ്സിംഗ് സെന്റർ, ഡയാലിസിസ് സെന്റർ, മെറ്റേണിറ്റി ഹോം, ബ്ലഡ് ബാങ്ക്, റിസർച്ച്, ഇമ്മ്യൂണൈസേഷൻ സെന്റേഴ്സ്, ഓട്ടോപ്സി സെന്റേഴ്സ്. ഓട്ടോപ്സി എന്ന് വെച്ചാൽ എന്താ? ഓട്ടോപ്സി സെന്റേഴ്സ് അറിയില്ലാത്തവരുണ്ടോ? ഓട്ടോപ്സി സെന്റേഴ്സ് പോസ്റ്റ്മോർട്ടം ചെയ്യില്ലേ, ആ ഒരു സ്ഥലം. ഓക്കെ, പോസ്റ്റ്മോർട്ടം ചെയ്യുന്നിടം. അവിടെ നിന്നൊക്കെ മനുഷ്യന്റെ വേസ്റ്റുകളൊക്കെ ഉണ്ടാകും അല്ലേ. ഓക്കെ, അപ്പൊ പ്രൈമറി സോഴ്സസ് ആണ്. ഏകദേശം പ്രൈമറി സോഴ്സസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ളത് തന്നെയാണ്. എല്ലാം ഹോസ്പിറ്റൽ റിലേറ്റഡ് അല്ലേ, ആണോ? പ്രൈമറി സോഴ്സസ് ഒന്ന് നോക്കിയത് നിങ്ങള്, ഹോസ്പിറ്റല്, മെഡിക്കൽ കോളേജ്, നഴ്സിംഗ് സെന്റർ, ഡയാലിസിസ് സെന്റർ, മെറ്റേണിറ്റി, ബ്ലഡ് ബാങ്ക്, റിസർച്ച് ലാബ്സ്, ഇമ്മ്യൂണൈസേഷൻ അറിയാലോ, കുത്തിവയ്പ്പ് കേന്ദ്രങ്ങളൊക്കെ അല്ലേ. then autopsy centers, ഇതെല്ലാം ഹോസ്പിറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ളതാണ് പ്രൈമറി സോഴ്സസ് എന്ന് പറയുന്നത്. പഠിക്കേണ്ട ആവശ്യമില്ല, എളുപ്പമാണ് അല്ലെ. പ്രൈമറി എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള സെക്ഷൻസുകൾ. ഇനി സെക്കൻഡറി സോഴ്സസിൽ ഏതൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത് നോക്കാം. On the other hand, include household, industries, education, institutions, etc. ഇത് മൂന്നുമാണ് സെക്കൻഡറി സോഴ്സസ്. ഹൗസ് ഹോൾഡ്, നമ്മുടെ വീടുകളിൽ നിന്നും, ഇൻഡസ്ട്രീസിൽ നിന്നും, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നും ഇതുപോലെയുള്ള വേസ്റ്റുകൾ പുറപ്പെടുവിക്കുന്നു. അപ്പോ ഈ ബയോമെഡിക്കൽ വേസ്റ്റുകൾ, ഇപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളുടെ വീടുകളിൽ നിന്നുമുള്ള ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയായിരിക്കും? ഏതൊക്കെയാണ് എക്സാമ്പിൾ പറയാമോ? വീടുകളിൽ നിന്നും ഹൗസ് ഹോൾഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഡൗട്ട് തോന്നാം, വീടുകളിൽ നിന്നും എങ്ങനെയാണ് മാലിന്യങ്ങള്? ബയോമെഡിക്കൽ മാലിന്യങ്ങള്, പ്ലാസ്റ്റിക്, ഓക്കെ, ബയോമെഡിക്കൽ പരമായിട്ടുള്ള മാലിന്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് ആലോചിച്ച് നോക്കി. ആലോചിച്ച് നിങ്ങൾക്ക് കിട്ടും. ബയോമെഡിക്കൽ പരമായിട്ടുള്ളത്
കിടപ്പ് രോഗികള്. ഓക്കെ, കിടപ്പ് രോഗികൾ ഉണ്ടെങ്കിൽ അവിടെ നിന്നും എങ്ങനെയാ വരുന്നത് വേസ്റ്റുകള്? ഓക്കെ, ഞാനൊരു എക്സാമ്പിൾ പറയാം. എക്സാമ്പിൾ അല്ല, ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ ഒരു കിടപ്പ് രോഗികൾ ഉണ്ടാകാം, അല്ലെങ്കിൽ ഒരു ഡയബറ്റിക് ആയിട്ടുള്ള ഒരു പേഷ്യന്റ് ആണ് ഇരിക്കുന്നത് അല്ലെ. സാനിറ്ററി പാഡ്സ് കാര്യങ്ങൾ ഉണ്ടാകാം. ഡയബറ്റിക് പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ അവർക്ക് ഡെയിലി ഇൻസുലിൻ ഒക്കെ എടുക്കുന്നവരുണ്ടാകും. ഇപ്പൊ നിങ്ങളുടെ വീടുകളിൽ തന്നെ കിടപ്പ് രോഗികളാണെന്നില്ലാലോ, ഡയബറ്റിക് ഉള്ള പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ നമ്മുടെ വീട്ടിൽ വെച്ച് ചിലപ്പോൾ 2 ടൈം മോർണിംഗും അല്ലെങ്കിൽ 2 ടൈംസ് ഇൻസുലിൻ എടുക്കുന്നവരുണ്ടാകാം ഇല്ലേ. സോ ഈ ഇൻസുലിൻ എടുത്തു കഴിഞ്ഞിട്ടുള്ള സിറഞ്ചുകൾ, ഇൻസുലിൻ മാത്രമല്ലോ, അല്ലാതെ മറ്റേതെങ്കിലും നമ്മള് ഇഞ്ചക്ഷൻ ഒക്കെ എടുക്കുകയാണെങ്കിലും വരുന്ന നമ്മൾ ഇത് കഴിഞ്ഞിട്ടുള്ള നീഡിലും ഇതും ഒരു ബയോമെഡിക്കൽ വേസ്റ്റ് ആണോ അല്ലെ അങ്ങനെ വരുന്നത്. പിന്നെ അതുപോലെ നമ്മളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന മെഡിസിൻസുകൾ, ടാബ്ലറ്റുകൾ അല്ലെ, ടാബ്ലറ്റുകൾ, ഗുളിക കഴിഞ്ഞിട്ടുള്ള സ്ട്രിപ്പുകൾ ഉണ്ടാകും. സ്ട്രിപ്പ് ഉണ്ടോ? അല്ലെങ്കിൽ ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള മെഡിസിൻസുകൾ അല്ലെ, എക്സ്പയറി കഴിഞ്ഞ് പോയിട്ടുള്ള മരുന്നുകൾ ഉണ്ടാകും, എക്സ്പയറി കഴിഞ്ഞിട്ടുള്ള ഗുളികകൾ, ടാബ്ലറ്റ്, ഇതെല്ലാം ബയോമെഡിക്കൽ വേസ്റ്റുകളാണ്. മനസ്സിലായോ? ക്ലിയർ ആയോ? എന്താണ് ഹൗസ് ഹോൾഡിൽ നിന്ന് വരുന്ന ചിലർക്ക് സംശയം തോന്നിക്കാണും, അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത്. ഡൗട്ട് തോന്നിയില്ലേ? കുറച്ച് പേർക്ക് തോന്നിക്കാണോലോ, ഈ വീടുകളിൽ നിന്നും എങ്ങനെയാണ് ബയോമെഡിക്കൽ വേസ്റ്റ് വരുന്നത്? തോന്നിയോ? യെസ്, തോന്നും. അതുകൊണ്ടാണ് ഞാൻ അത് പ്രത്യേകം പറഞ്ഞത്. നിങ്ങൾക്ക് എന്താ പറയാ, സ്വാഭാവികമായിട്ടും അത് സംശയം തോന്നും, അതുകൊണ്ട് അങ്ങനെ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത്. ഇപ്പോ ഡൗട്ട് മാറിയില്ലേ? ക്ലിയർ ആയോ? ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് സെക്കൻഡറി സോഴ്സസ് എന്ന് പറയുന്നത്. ഹൗസ് ഹോൾഡ്, ഇൻഡസ്ട്രീസും എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസുകളും. ഓക്കെ, അപ്പൊ 2 സോഴ്സസുകളാണ്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഇത് എക്സാമിന് ചോദിക്കാറുണ്ട്, പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ളതാണത്. ചിലപ്പോ ഐഡന്റിഫൈ ചെയ്യാനായിരിക്കും ചോദിക്കുന്നത്. ചിലപ്പോ ക്വസ്റ്റ്യൻ ഒരു മോഡൽ ഞാൻ പറയാം. ഓക്കെ, അതായത് ഹോസ്പിറ്റല്, മെഡിക്കൽ കോളേജ്, ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നും ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നും ഇതുപോലെ മെഡിസിൻസ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് വേസ്റ്റുകൾ വരാം. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പൊ മാസ്കുകളും ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കണില്ലേ, മാസ്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ ഇൻസ്റ്റിറ്റ്യൂഷനിലാണെങ്കിലും നമ്മൾ അവിടുത്തെ വേസ്റ്റ് ബിന്നിലല്ലേ നിക്ഷേപിക്കുന്നത്, ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുള്ളതൊക്കെ. ഓക്കെ, ഇപ്പൊ സോഴ്സസ് ഓഫ് ബയോമെഡിക്കൽ ആണ്. ക്ലിയർ ആണല്ലോ ആ ഒരു സെക്ഷൻ? ജസ്റ്റ് സെക്കൻഡറിയിലും അല്ലെങ്കിൽ പ്രൈമറിയിലും സെക്കൻഡറിയിലും വരുന്നത് ഏതൊക്കെയാണെന്നൊക്കെ പഠിക്കാം. ഗ്ലൗസും കാര്യങ്ങളൊക്കെ ഇൻഡസ്ട്രീസിലും ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. സോഴ്സസ് വായിക്കുക. പ്രൈമറിയിൽ എന്തൊക്കെയാണ്, സെക്കൻഡറിയിൽ ഒരു പ്രാവശ്യം പെട്ടെന്ന് ഒന്ന് വായിച്ചു നോക്കി. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തില്ലേ? ഇനി നെക്സ്റ്റ് വൺ, ക്ലാസിഫിക്കേഷൻ ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ്. ബയോമെഡിക്കൽ മാലിന്യങ്ങൾ നമ്മുടെ ക്ലാസിഫിക്കേഷൻ ആണ്, എങ്ങനെയൊക്കെയാണ് തരംതിരിച്ചിരിക്കുന്നതാണ് നെക്സ്റ്റ് നോക്കുന്നത്. 8 categories of medical waste are presented by the World Health Organization, including WHO. അറിയാലോ, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ നമ്മൾ 8 കാറ്റഗറീസ് ആയിട്ടാണ് നമ്മൾ മെഡിക്കൽ വേസ്റ്റിനെ തരംതിരിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ് 8 കാറ്റഗറി എന്നാണ് ഇനി നോക്കാൻ പോകുന്നത്. ജനറൽ വേസ്റ്റ്, പാത്തോളജിക്കൽ, റേഡിയോ ആക്റ്റീവ്, കെമിക്കൽ, ഇൻഫെക്ഷ്യസ് ടു പൊട്ടൻഷ്യലി ഇൻഫെക്ഷ്യസ് വേസ്റ്റ്, ഷാർക്ക്, ഫാർമസ്യൂട്ടിക്കൽ, പ്രഷറൈസ്ഡ് കണ്ടെയ്നേഴ്സ്. കണ്ടോ, ഇങ്ങനെ WHO നമുക്ക് 8 ആയിട്ടാണ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് വേസ്റ്റുകളെ. ഒന്ന് ജനറൽ വേസ്റ്റ്, പൊതുവായിട്ടുള്ള കോമൺ ആയിട്ടുള്ള മാലിന്യങ്ങള്. പാത്തോളജിക്കൽ വേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, രോഗകാരികളായിട്ടുള്ള ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള വേസ്റ്റുകൾ. റേഡിയോ ആക്റ്റീവ് വേസ്റ്റ്. എന്തെങ്കിലും റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? റേഡിയോ ആക്റ്റീവ്
ഹോസ്പിറ്റലിൽ എവിടെയാണ് റേഡിയോ ആക്റ്റീവ് വരുന്നത്? എവിടെയാ ഹോസ്പിറ്റലിൽ റേഡിയോ ആക്റ്റീവ് വരുന്നത്? എവിടെയെങ്കിലും വരുമോ റേഡിയോ ആക്റ്റീവ്? എവിടെയാണ്? എക്സ്റേ, അതായത് നമ്മൾ റേഡിയേഷൻ ഡിപ്പാർട്ട്മെന്റ് എക്സ്റേ പോലുള്ള റേഡിയോ ആക്റ്റീവ് പ്രവർത്തനങ്ങളുടെ അവിടെ നിന്ന് പുറപ്പെടുവിക്കുന്ന മാലിന്യങ്ങള്. എക്സ്റേയുടെ സെക്ഷനിലൊക്കെ മറ്റുള്ളവർക്ക് പ്രവേശനം ഉണ്ടോ? പേഷ്യന്റിന് മാത്രമല്ലേ? അല്ലാതെ നിങ്ങൾക്ക് എക്സ്റേ എങ്ങനെയാ അവിടെ പോയി നോക്കാൻ പറ്റും നമുക്ക്? അല്ലെങ്കിൽ ഒരു റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലേക്ക് അകത്ത് ആരെങ്കിലും കേൾക്കാറുണ്ടോ പേഷ്യൻസിനെ അല്ലാതെ? ഇല്ല. എന്തുകൊണ്ടാണ്? അവിടെ നിന്ന് പുറപ്പെടുവിക്കുന്ന മാലിന്യങ്ങള് അല്ലേ? അപ്പൊ റേഡിയോ ആക്റ്റീവ്, നമ്മൾ റേഡിയോ ആക്റ്റീവ് പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന ആ ടൈമിൽ ഉത്പാദിപ്പിക്കുന്ന വേസ്റ്റുകളാണ് റേഡിയോ ആക്റ്റീവ് എന്ന് പറയുന്നത്. ദെൻ കെമിക്കൽ വേസ്റ്റുകൾ, ഹോസ്പിറ്റലിൽ നിന്നുള്ള മറ്റ് കെമിക്കൽ ആയിട്ടുള്ള വേസ്റ്റുകള്. ഇൻഫെക്ഷസ് ടു പൊട്ടൻഷ്യലി ഇൻഫെക്ഷസ് വേസ്റ്റ് അല്ലെ? പകർച്ചവ്യാധികള് വേസ്റ്റ്, പകർച്ചവ്യാധി പെട്ടെന്ന് പകരം രോഗം പിടിപെടാനൊക്കെ ചാൻസ് ഉള്ള ഇൻഫെക്ഷൻ ആയിട്ടുള്ള വേസ്റ്റുകള്. ഷാർപ്പ് വേസ്റ്റ്, ഏതൊക്കെയാണ് ഹോസ്പിറ്റലിൽ ഷാർപ്പ് വേസ്റ്റുകള്? ഏതൊക്കെയാണ് ഷാർപ്പ് ആയിട്ടുള്ള വേസ്റ്റുകള് ഹോസ്പിറ്റലിൽ? ഷാർപ്പ് സിറിഞ്ചസ്, എവിടെയുള്ള മൂർച്ചയുള്ള മാലിന്യങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുള്ള ഈ സിറിഞ്ചസുകളും നീഡിലും അങ്ങനെയുള്ള ഐറ്റംസുകള്. ഇതിന് ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റുകൾ ഏതൊക്കെയായിരുന്നു? ഫാർമസിയിൽ നിന്ന് വരുന്ന വേസ്റ്റുകള് നമ്മൾ നേരത്തെ പറഞ്ഞു. ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള മെഡിസിൻസുകള്, അതുപോലെ തന്നെ വാക്സിനുകള്, ടാബ്ലറ്റ്, വാക്സിനുകൾ, അങ്ങനെയുള്ള വസ്തുക്കൾ. ദെൻ പ്രഷറൈസ്ഡ് കണ്ടെയ്നേഴ്സ്. എന്താ പ്രഷറൈസ്ഡ് കണ്ടെയ്നർ എന്ന് പറയുന്നത്? നോക്കാട്ടോ, അവിടെ പറഞ്ഞിട്ടുണ്ട്. പ്രഷറൈസ്ഡ് കണ്ടെയ്നർ വേസ്റ്റ് മീൻസ് waste made up of both fully or empty containers with pressurized liquids, gas or powered materials, including gas containers and aerosol cans. അതായത് ലിക്വിഡ് രൂപേണയുള്ള കണ്ടെയ്നേഴ്സിൽ നമ്മൾ ലിക്വിഡ് രൂപേണ നിർമ്മിച്ചിട്ടുള്ള മാലിന്യങ്ങൾ ഉദ്ദേശിക്കുന്നത് അത് ഗ്യാസ് ഫോമിലാകാം, or powered materials including gas containers വരാം. എയറോസോൾ ക്യാൻസ്. എന്താ എയറോസോൾ ക്യാൻസ് എന്ന് വെച്ചാല്? എയർ ഫ്രഷ്നർ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? എയർ ഫ്രഷ്നർ കണ്ടിട്ടുണ്ടോ? ചെറിയൊരു ക്യാനില് പോലെ എയർ ഫ്രഷ്നർ കണ്ടിട്ടില്ലേ? യെസ്. അപ്പോ ഈ എയർ ഫ്രഷ്നർ പോലുള്ള അതായത് പ്രഷറൈസ്ഡ് കണ്ടെയ്നർ അല്ലേ നമ്മൾ പ്രഷർ ചെയ്യുന്നത്? ലിക്വിഡ് ഫോമിലല്ലേ വെച്ചിരിക്കുന്നത്? അതുപോലെ തന്നെ നമ്മുടെ പെർഫ്യൂം അല്ലെ, എയർ കണ്ടീഷനിങ് പോലത്തെ പെർഫ്യൂമുകൾ, ഇങ്ങനെയുള്ള വസ്തുക്കളാണ് പറയുന്നത്. നമ്മൾ പറയും പെർഫ്യൂം ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കത്തിക്കുമ്പോഴൊക്കെ അതെന്തെങ്കിലും എന്ത് പറ്റും? പൊട്ടിത്തെറിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അതിലൊക്കെ കെമിക്കൽ പരമായിട്ടുള്ള വസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇത്രയുമാണ് WHO നമ്മൾക്ക് 8 കാറ്റഗറി ആയിട്ടാണ് ബയോമെഡിക്കൽ വേസ്റ്റിനെ WHO പറയുന്നത്. ജനറൽ വേസ്റ്റ്, പാത്തോളജിക്കൽ, റേഡിയോ ആക്റ്റീവ്, chemical, infectious to potentially infectious waste, sharp, pharmaceutical and pressurized containers. അതായത് pressurized container എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഗ്യാസ് ഫോമേലോ ലിക്വിഡ് ഫോമേലോ എക്സാമ്പിൾ ആണ് എയറോസോൾ ക്യാൻസ്, എയർ ഫ്രഷ്നർ പോലുള്ള വസ്തുക്കൾ. ഓക്കെ, ക്ലിയർ ആണല്ലോ? 8 കാറ്റഗറി ഏതൊക്കെയാണെന്ന് നോക്കി വെക്കുക. ദെൻ WHO നമ്മളത് കാറ്റഗറൈസ് തിരിച്ചിരിക്കുന്നത്. എന്താണ് ചോദിച്ചോളൂ, ഡൗട്ട് ആണോ? എങ്ങനെ ഡിസ്പോസ് ചെയ്യാം? ഏതാണ്? എയർ പ്രഷർ ആണോ? ഡിസ്പോസൽ ചെയ്യുന്ന രീതികളൊക്കെ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നുള്ളൂ കേട്ടോ. പഠിക്കാനുണ്ട്, നമുക്ക് പേടിക്കണ്ട. ഓക്കെ, ഡിസ്പോസലിലോട്ട് നമ്മൾ എത്തിയിട്ടില്ല. ഓക്കെ, പഠിക്കാട്ടോ, ഡിസ്പോസൽ വരുന്നുണ്ടേ. ഇനി നെക്സ്റ്റ് വൺ നമുക്ക് നോക്കാം. നോൺ ഹസാർഡ് വേസ്റ്റ്. നോൺ ഹസാർഡ് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അധികം അപകടകരമല്ലാത്ത രീതിയിലുള്ള മാലിന്യങ്ങൾ. ഹസാർഡ് എന്ന് പറഞ്ഞാൽ അപകടകരമായിട്ടുള്ള മാലിന്യങ്ങൾ. നോൺ ഹസാർഡ് വേസ്റ്റ്. Approximately 85% of garbage generally in the majority of healthcare facilities is non-hazardous. അല്ലേ? അതായത് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ നിന്നും ഹോസ്പിറ്റലുകളിൽ നിന്നൊക്കെ ഉത്പാദിപ്പിക്കപ്പെടുന്ന ബയോമാലിന്യങ്ങൾ അല്ലെങ്കിൽ ബയോമെഡിക്കൽ വേസ്റ്റുകളുടെ മെജോറിറ്റി 85% നോൺ ഹസാർഡ് ആണെന്ന്. അതായത് വലിയ ഹാനികരമല്ലാത്ത വേസ്റ്റുകളാണ് കൂടുതലും നമ്മൾ ഹോസ്പിറ്റലുകളിൽ നിന്നും പുറപ്പെടുവിക്കുന്ന വേസ്റ്റുകളിലെ 85%
നോൺ ഹസാർഡ് വേസ്റ്റ് ആണ് അല്ലേ? This involves എന്തൊക്കെയാണെന്ന് നോൺ ഹസാർഡ് വേസ്റ്റ്, അതായത് പ്രശ്നങ്ങളൊന്നും അധികം ഇല്ലാത്ത തരത്തിലുള്ള വേസ്റ്റുകൾ. For instance, food scraps and fruit peels along with the wash water and paper cutters. അതായത് ഫുഡിന്റെ ഭക്ഷണാവശിഷ്ടങ്ങള്, ഫ്രൂട്ട് പീൽസ്, ഇപ്പൊ നമ്മള് പഴത്തൊലികള്, അങ്ങനെയുള്ള ഫ്രൂട്ട്സിന്റെ തൊലികള്, പീൽസ്, അതുപോലെ തന്നെ വാട്ടർ, നമ്മൾ വാഷ് ചെയ്യുന്ന വാട്ടർ അല്ലെ, നമ്മള് മീൻസ് അഴുക്ക് വെള്ളമൊക്കെ ഉണ്ടല്ലോ നമ്മൾ കഴുകാനും ഉപയോഗിക്കുന്ന വാട്ടർ, അതുപോലെ പേപ്പർ കട്ടൺസ്, കട്ടൺ തന്നെ ഈ നമ്മള് എന്താ പറയാ, കട്ടൺ തന്നെ നമ്മള് ഈ നമ്മള് ഒരു എന്താ പറയാ വേസ്റ്റ്ബോർഡ് പോലത്തെ ടൈപ്പുള്ള കർട്ടൻസുകൾ ഹോസ്പിറ്റലുകളിലൊക്കെ ഉപയോഗിക്കുന്നതാണ്. കർട്ടൻസ് എന്നല്ല, നമ്മളല്ല മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് പേപ്പർ ടൈപ്പ് ഉള്ളത്. അതുപോലെ തന്നെ പാക്കേജിങ് മെറ്റീരിയൽസ്, മറ്റ് പാക്കേജ് ഒക്കെ ചെയ്തിട്ടുള്ള പേപ്പറുകളും കവറുകളും, ഇതൊക്കെയാണ് നോൺ ഹസാർഡ്. ഇതൊന്നും ഇൻഫെക്ഷൻ ഒന്നും ഉണ്ടാക്കുന്ന തരത്തിലുള്ള വേസ്റ്റുകളല്ല, ഫുഡിന്റെ വേസ്റ്റ് കാര്യങ്ങളൊക്കെയാണ്. ഇനി അടുത്തത് ഹസാർഡ് വേസ്റ്റ്, ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള ദോഷകരമായിട്ടുള്ള വേസ്റ്റുകളാണ് ഹസാർഡ് വേസ്റ്റ് എന്ന് പറയുന്നത്. ഹസാർഡ് വേസ്റ്റ് might consist of solid, liquid and sludges or contained gases. ഹസാർഡ് വേസ്റ്റുകൾ, അതായത് അപകടകരമായിട്ടുള്ള വേസ്റ്റുകൾ ഏതൊക്കെ ഫോമിലാണ്? സോളിഡ് ആയിട്ടുണ്ടാകും, ലിക്വിഡ് ആയിട്ടുണ്ടാവും, സ്ലഡ്ജസ് ആയിട്ടുണ്ടാവും, ഗ്യാസ് രൂപേണ ഉണ്ടാകും അല്ലെ? ഖരമാലിന്യങ്ങൾ ഉണ്ടാകാം, ലിക്വിഡ് ആയിട്ടുള്ളത് ഉണ്ടാവാം, സ്ലഡ്ജസ് രൂപത്തിൽ. എന്ത് സ്ലഡ്ജസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സ്ലഡ്ജസ് മീൻസ് ഒരു ചെളി എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഒരു ദ്രാവകം പോലെയൊക്കെ ചെളി ഫോമിൽ ആ ഒരു രൂപത്തിൽ ഉണ്ടാകാം, ഗ്യാസസിന്റെ ഫോമിൽ ഉണ്ടായിരിക്കും. ആൻഡ് ദേ ആർ പ്രിൻസിപ്പലി പ്രൊഡ്യൂസ്ഡ് ബൈ, എവിടെയൊക്കെയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഹോസ്പിറ്റൽസ് ആൻഡ് അതർ ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ്. They many have damaged during insufficient procedures for storage, transportation, treatment or disposal operation. So ഹസാർഡ് വേസ്റ്റ് എന്ന് പറയുന്നത് സോളിഡ് രൂപത്തിൽ ഉണ്ടാകാം, ലിക്വിഡ്, സ്ലഡ്ജസ്, ഗ്യാസസ്, ഈ ഒരു ഫോമുകളിലാണ് ഹസാർഡ് വേസ്റ്റുകൾ മെയിനായിട്ട് ഉത്പാദിപ്പിക്കപ്പെടുന്നത്. ഹോസ്പിറ്റലുകളിൽ നിന്നും മറ്റ് ഇൻഡസ്ട്രികളിൽ നിന്നുമാണ്. ഇത് ഡാമേജ് ആണെന്ന്, ഇതിന്റെ ഒരു സഫീഷ്യന്റ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഹാർംഫുൾ ആയിട്ടുള്ളത്, അതായത് അത് സ്റ്റോർ ചെയ്യുമ്പോഴും നമ്മൾ ഈ ഡിസ്പോസലിൽ സ്റ്റോർ ചെയ്യുമ്പോഴും അതിനെ നമ്മൾ മറ്റൊരിടത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോഴും അതിനെ നമ്മൾ ട്രീറ്റ്മെന്റ്സ് ചെയ്യുമ്പോഴും, ട്രീറ്റ്മെന്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉദ്ദേശിക്കുന്നത് നമ്മൾ വേസ്റ്റ് കൊണ്ട് കത്തിച്ച് കളയില്ലേ, അതൊരു ഡിസ്പോസൽ ട്രീറ്റ്മെന്റ് മെത്തേഡാണ്. അപ്പൊ ഏത് രീതിയിലാണ് നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്, ഓ ഡിസ്പോസൽ നമ്മൾ അതിന് റിമൂവ് ചെയ്യുന്നത്, ഈ പ്രവർത്തനങ്ങളെല്ലാം ഹാർംഫുൾ ആണെന്ന്, അല്ലെങ്കിൽ ഒരു ഡാമേജ് ആണെന്ന്. ഹാർംഫുൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് റിസ്ക് ഉള്ള ഒരു കാര്യമാണെന്ന്. റിസ്ക് ഉള്ള കാര്യമല്ലേ ഈ നമ്മൾ കെമിക്കൽ ആയിട്ടുള്ള വേസ്റ്റുകൾ കൈകാര്യം ചെയ്യുമ്പോൾ അസുഖങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. സോ നമ്മൾ പറഞ്ഞ പോലെ ഗ്ലൗസും മാസ്കും ഇതെല്ലാം ധരിച്ചുകൊണ്ട് വേണം ഇത്തരത്തിലുള്ള വേസ്റ്റുകളെ ഹാൻഡിൽ ചെയ്യുവാൻ. ഓക്കെ, ജസ്റ്റ് എന്താണ് നോൺ ഹസാർഡും ഹസാർഡ് വേസ്റ്റുകൾ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോ വായിച്ചതിന്റെ തന്നെ ഒരു ഫ്ലോ ചാർട്ട് തന്നിട്ടുണ്ട് കണ്ടോ. നമ്മൾ വായിച്ച കാര്യങ്ങൾ തന്നെയാണ് എക്സാമ്പിൾ വെച്ച് പറഞ്ഞിരിക്കുകയാണ്. ബയോമെഡിക്കൽ വേസ്റ്റിന് രണ്ടായിട്ട് അവർ തരംതിരിച്ചിരിക്കുന്നു. ഹസാർഡ് വേസ്റ്റുകളും ഉണ്ട്, നോൺ ഹസാർഡ് വേസ്റ്റ് ഉണ്ട്. നോൺ ഹസാർഡ് വേസ്റ്റിന്റെ താഴെ നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ? ഉണ്ടോ? എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ടോ നോൺ ഹസാർഡ് വേസ്റ്റിന്റെ താഴെ? ടെക്സ്റ്റ് ബുക്കിൽ ഒന്ന് നോക്കി, തന്നിട്ടില്ല. ഓക്കെ, ബയോമെഡിക്കൽ വേസ്റ്റില ഹസാർഡ് വേസ്റ്റില എന്ന് പറയുന്നതാണ്. ഹസാർഡ് വേസ്റ്റിൽ തന്നെ ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള വേസ്റ്റുകളും ഉണ്ട്, മറ്റ് ഹസാർഡ് വേസ്റ്റുകളും ഉണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കി. ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള വേസ്റ്റുകളാണ് നോൺ ഷാർപ്പ്. ഷാർപ്പ് വേസ്റ്റ് നേടിയിട്ടുണ്ടോ? ഷാർപ്പ് ആൻഡ് നോൺ ഷാർപ്പ് വേസ്റ്റുകള്. നോൺ ഷാർപ്പ് മാത്രമല്ല കേട്ടോ, ഷാർപ്പ് വേസ്റ്റുകളും ഉണ്ട്. എഴുതിയിട്ടുണ്ടോ ടെക്സ്റ്റിൽ? അങ്ങനെ നോൺ ഷാർപ്പ് എന്ന് മാത്രമാണോ എഴുതിയിട്ടുണ്ടോ? ഓക്കെ ഓക്കെ. പ്ലാസ്റ്റിക് ഡിസ്പോസബിൾ, ലിക്വിഡ് വേസ്റ്റ്. ഇനി അതർ ഹസാർഡ് വേസ്റ്റിൽ പറയുന്നതാണ്. എക്സാമ്പിൾ ഒന്ന് പഠിച്ചു വെക്കണം കേട്ടോ. റേഡിയോ ആക്റ്റീവ് വേസ്റ്റ്, ഡിസ്കാർഡഡ് ഗ്ലാസ്, അതായത് പൊട്ടിയിട്ടുള്ള ഗ്ലാസ് കഷ്ണങ്ങള്, ഹോസ്പിറ്റലിൽ മറ്റ് ഗ്ലാസ് സ്റ്റീലിന്റെ പീസസുകൾ, അങ്ങനെയുള്ള വസ്തുക്കള്. പ്രഷറൈസ്ഡ് കണ്ടെയ്നർ നമ്മൾ നേരത്തെ പഠിച്ചു എന്താണ് പ്രഷറൈസ്ഡ് കണ്ടെയ്നർ എന്ന്. കെമിക്കൽ വേസ്റ്റ്, സൈറ്റോടോക്സിക് വേസ്റ്റ്. എന്താ സൈറ്റോടോക്സിക് വേസ്റ്റ്? കേട്ടിട്ടുണ്ടോ? സൈറ്റോടോക്സിക് വേസ്റ്റ് കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? സൈറ്റോടോക്സിക് ഡ്രഗ്സ് നേടുന്നുണ്ടോ?
സൈറ്റോടോക്സിക് ഡ്രഗ് മെഡിസിൻ ആണ് സൈറ്റോടോക്സിക്. അറിയോ? ഫാർമസ്യൂട്ടിക്കൽ ആണ്. ഓക്കെ. സൈറ്റോടോക്സിക് ഡ്രഗ്സ് നേരിട്ടുണ്ടോ? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ അല്ലെങ്കിൽ എപ്പോഴാണ് അല്ലെങ്കിൽ ഏത് ടൈപ്പ് പേഷ്യൻസിനാണ് നമ്മൾ സൈറ്റോടോക്സിക് ഡ്രഗ്സ് കൊടുക്കുന്നത്? അറിയില്ല, കുഴപ്പമില്ല. അതായത് സൈറ്റോടോക്സിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ലീപ്പ് ആണോ? സ്ലീപ്പ്. ഓക്കെ. സൈറ്റോടോക്സിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മെഡിസിൻ ആണ്. മെഡിസിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്യാൻസർ പേഷ്യൻസിനാണ് ഈ സൈറ്റോടോക്സിക് ഡ്രഗ്സ് കൊടുക്കുന്നത്. അതായത് ഈ സൈറ്റോടോക്സിക് എന്ന് പറഞ്ഞ ഡ്രഗ്സ് നമ്മുടെ ശരീരത്തിലെ സെല്ലുകളെയൊക്കെ നശിപ്പിക്കും. നമ്മുടെ കോശങ്ങളെയും അല്ലെങ്കിൽ സെല്ലുകളെയൊക്കെ നമ്മളെ നശിപ്പിക്കാനായിട്ട് അത്രയും പവർ ഉള്ള ഒരു മെഡിസിൻ ആണ് സൈറ്റോടോക്സിക് ഡ്രഗ്സ് എന്ന് പറയുന്നത്. അപ്പോ നമ്മൾ ക്യാൻസർ വരുന്ന ആ ഭാഗം ടിഷ്യൂസിനെയൊക്കെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൈറ്റോടോക്സിക് ഡ്രഗ്സ് കൊടുക്കുന്നത്. സോ ഇത് മനുഷ്യനും ഹാനികരമായിട്ടുള്ള ഒന്ന് തന്നെയാണ്. ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്നു എങ്കിലും അത് നമ്മുടെ ശരീരത്തിന്റെ സെല്ലുകൾക്കും കോശങ്ങൾക്കും ഒരു അപകടകാരിയാണ്. ക്ലിയർ ആയോ? സൈറ്റോടോക്സിക് വേസ്റ്റ് എന്താണെന്ന് അവിടെ ഉത്പാദിപ്പിക്കുന്ന ആ മെഡിസിൻസുകളൊക്കെ ഉണ്ടല്ലോ നമ്മൾ ക്യാൻസർ പേഷ്യൻസിനൊക്കെ കൊടുക്കുന്നത്. സോ ഇത് ആ ഒരു മെഡിസിൻ നമ്മൾ കൊടുക്കുന്ന ആ ഒരു മാലിന്യങ്ങൾ, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മാലിന്യങ്ങളാണ് സൈറ്റോടോക്സിക് വേസ്റ്റ് എന്ന് പറയുന്നത്. കോശങ്ങളെ നശിപ്പിക്കാനായിട്ട് അത്രയും പവർ ഉള്ള മെഡിസിൻ ആണ് ഈ സൈറ്റോടോക്സിക് ഡ്രഗ് എന്ന് പറയുന്നത്. സോ ക്യാൻസർ വന്നിട്ടുള്ള ആ കോശങ്ങളെയൊക്കെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് കൊടുക്കുന്നത്. ഓക്കെ. ദെൻ ഇൻസിനറേഷൻ ആഷ്. എന്ത് ഇൻസിനറേഷൻ ആഷ് എന്ന് പറഞ്ഞാൽ കത്തിക്കഴിഞ്ഞിട്ടുള്ള ചാരം. അതായത് ഹോസ്പിറ്റലില് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഉപയോഗിച്ചിട്ടുള്ള മാസ്കുകള്, ഗ്ലൗസുകള് അല്ലെ, പേഷ്യന്റ് ഉപയോഗിച്ചിട്ടുള്ള മാസ്ക് ആകാം, ഗ്ലൗസ് ആകാം, അതുപോലെ മറ്റു വസ്തുക്കള്, ഗൗൺസ്. നമ്മൾ ഓപ്പറേഷൻ ഒക്കെ ചെയ്യുന്ന ടൈമിൽ ഗൗൺ ധരിക്കാറുണ്ട് അല്ലെ. വൺ ടൈം യൂസ് ഗൗൺ ഒക്കെ ധരിക്കാറില്ലേ? ഹോസ്പിറ്റൽ ഓപ്പറേഷൻ സർജറിക്കൊക്കെ നമ്മള് പേഷ്യന്റിന് ഒരു വേറെ എക്സ്ട്രാ ഡ്രസ് തരില്ലേ? തരാറുണ്ടോ? കോട്ടൺ അങ്ങനെയുള്ള നമ്മൾ പേഷ്യൻസിന് ഉപയോഗിച്ചിട്ട് കഴിഞ്ഞിട്ടുള്ള വസ്തുക്കളെ കത്തിക്കുമ്പോൾ കത്തിക്കഴിഞ്ഞുണ്ടാകുന്ന ആഷ്, ഇൻസിനറേഷൻ ആഷ്, കത്തിക്കഴിഞ്ഞിട്ടുള്ള ചാരം. ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഇതൊക്കെയാണ് അതർ ഹസാർഡ് വേസ്റ്റിൽ വരുന്നത്. ഇനി നോൺ ഹസാർഡ് വേസ്റ്റ്. നോൺ ഹസാർഡ് വേസ്റ്റില് ഏതെങ്കിലും 3 എക്സാമ്പിൾ ഒന്ന് എഴുതി വെച്ചോളൂ കേട്ടോ. നിങ്ങൾക്ക് നമ്മൾ നേരത്തെ ഓൾറെഡി പഠിച്ചല്ലോ. അതിനകത്ത് ഏതെങ്കിലും 3 ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നോൺ ഹസാർഡ് വേസ്റ്റിന് താഴെ ഒരു ആരോ മാർക്ക് ഇട്ടിട്ട് ഇല്ലല്ലോ, തന്നിട്ടില്ലല്ലോ ടെക്സ്റ്റില് കേട്ടോ. നോൺ ഹസാർഡ് വേസ്റ്റ് എന്ന് മാത്രമല്ല എഴുതിയിരിക്കുന്നത്. അപ്പൊ ഏതെങ്കിലും ഒരു 3 ഒന്ന് എഴുതി വെച്ചേക്കൂ. നമ്മൾ നേരത്തെ നോക്കി നോൺ ഹസാർഡ് വേസ്റ്റിൽ പറഞ്ഞല്ലോ, ഫുഡ് സ്ക്രാപ്സ്, ഫ്രൂട്ട് പീൽസ്, അങ്ങനെ ഏതെങ്കിലും ഒരു 3 എഴുതി വെക്കാം. പാക്കേജിംഗ് മെറ്റീരിയൽസ് 3 എഴുതി വെക്കുക കേട്ടോ. ഫുഡ് സ്ക്രാപ്സും ഫ്രൂട്ട്സ് പീൽസും അതുപോലെ തന്നെ എന്താണ് പാക്കേജ് മെറ്റീരിയൽസ് 3 എഴുതി വെക്കുക. ഇഷ്ടമുള്ള 3 എഴുതിക്കോ. അപ്പുറത്തെ പേജിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്. ക്ലാസിഫിക്കേഷൻ നമ്മൾ വായിപ്പിച്ചോ ഞാൻ? ക്ലാസിഫിക്കേഷൻ തുടങ്ങി ഈ ടേബിൾ വരെ ഒന്ന് പെട്ടെന്ന് വായിച്ചു നോക്കി. ഫ്ലോ ചാർട്ട് പഠിക്കണം കേട്ടോ. ക്ലാസിഫിക്കേഷൻ ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ് തുടങ്ങി നമ്മളിപ്പോ പറഞ്ഞ ഫ്ലോ ചാർട്ട് വരെ ഒരു പ്രാവശ്യം വായിക്കുക.
കംപ്ലീറ്റ് ചെയ്തോ? ഫ്ലോ ചാർട്ട് വരെ വായിക്കണേ. ഓക്കെ, നെക്സ്റ്റ് ഒരു ടേബിൾ ആണ് തന്നിരിക്കുന്നത്. വീണ്ടും നമ്മള് വേസ്റ്റുകളുടെ ഒരു കാറ്റഗറൈസ് ചെയ്തിട്ടുള്ള ഒരു ടേബിൾ ആണ്. അതില് ഫസ്റ്റ് സെക്ഷൻ നോക്കാം കേട്ടോ. 2 സെക്ഷൻ ആയിട്ടാണ് തന്നിരിക്കുന്നത്. ആദ്യത്തെ നോക്കി, ബയോളജിക്കൽ ഇൻഫെക്ഷൻസ് റിസ്ക്. ബയോളജിക്കൽ പരമായിട്ടുള്ള ഇൻഫെക്ഷൻസ് ഉള്ള വേസ്റ്റുകളാണ്. അടുത്ത സെക്ഷനിൽ കെമിക്കൽ റിസ്ക്, കെമിക്കൽ പരമായിട്ടുള്ള വേസ്റ്റുകൾ. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ സെക്ഷൻ നോക്കാം. ബയോളജിക്കൽ ഇൻഫെക്ഷൻസ് റിസ്ക്, ബയോളജിക്കൽ പരമായിട്ടുള്ള വേസ്റ്റുകളാണ്. അതിൽ തന്നെ 3 ആയിട്ട് തരംതിരിച്ചിരിക്കുകയാണ്. ഷാർപ്പ് വേസ്റ്റ്, ഇൻഫെക്ഷൻസ്, പാത്തോളജിക്കൽ വേസ്റ്റ്. നോക്കാം ഏതൊക്കെയാണ്. ഷാർപ്പ് വേസ്റ്റ് ആണ് ആദ്യം നോക്കുന്നത്. ഇപ്പൊ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ പുറപ്പെടുവിക്കുന്ന ഷാർപ്പ് വേസ്റ്റുകളാണ് നീഡിൽസ്, സൂചി, സിറഞ്ച് അല്ലെ. ബ്ലേഡ്സ്, ബ്രോക്കൺ ഗ്ലാസസ് പീസസുകളൊക്കെ ഉണ്ടല്ലോ, എന്തെങ്കിലും ബ്രോക്കൺ ആയിട്ടുള്ളവ. ഇനി ഇൻഫെക്ഷസ് വേസ്റ്റ്, ഇൻഫെക്ഷസ് ആയിട്ടുള്ള വേസ്റ്റുകൾ ഏതൊക്കെയാണെന്ന്. വേസ്റ്റ് കണ്ടാമിനേറ്റഡ് വിത്ത് ബ്ലഡ്, പേഷ്യൻസിന്റെ ബ്ലഡ് ഒക്കെ കലർന്നിട്ടുള്ള ഡ്രസ് ആവാം, അല്ലെങ്കിൽ കോട്ടൺ ആവാം, മറ്റു വസ്തുക്കൾ. കൾച്ചേഴ്സ്, കൾച്ചേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ലബോറട്ടറിയിൽ കൾച്ചർ ചെയ്യാൻ കൊടുക്കുന്ന യൂറിൻ, അങ്ങനെയുള്ള കൾച്ചർ ചെയ്യുന്ന വസ്തുക്കൾ. ഐസൊലേഷൻ, എന്താ ഐസൊലേഷൻ വേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? ഐസൊലേഷൻ എവിടെയാ ഐസൊലേഷൻ കേട്ടിരിക്കുന്നത്? നമ്മൾ ഒരുപാട് നാൾക്ക് മുമ്പ്, ഒരുപാടല്ല കേട്ടോ, കുറച്ചു കാലങ്ങൾക്ക് മുൻപ് ഐസൊലേഷൻ എന്നുള്ളൊരു ടേം അല്ലെങ്കിൽ ആ ഒരു വേർഡ് കേട്ടിട്ടുണ്ട്. യെസ്, കോവിഡ് ടൈമില് അല്ലേ? കോവിഡ് ടൈമിൽ നമ്മൾ കേട്ടിട്ടുണ്ട് ഐസൊലേഷൻ ആണെന്ന്. എന്താണ് ഈ ഐസൊലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? ഒരു കോവിഡ് വന്ന ഒരാളെ മറ്റൊരാൾക്ക് പകരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മള് ആ പേഷ്യന്റിനെ തനിയെ ഒറ്റയ്ക്ക് നമ്മൾ ഒരു റൂമില് പ്രവേശിപ്പിച്ച് അതാണ് ഐസൊലേറ്റ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ആ ഒരു ഐസൊലേറ്റ് ചെയ്യുന്ന പേഷ്യൻസ് ഉപയോഗിക്കുന്ന വസ്തുക്കൾ അത് ഇൻഫെക്ഷൻസ് ആണല്ലേ? ആണോ? കോവിഡ് ആയിട്ടുള്ള പേഷ്യന്റ് ഐസൊലേഷൻ റൂമിൽ ഉപയോഗിച്ച വസ്തുക്കള് മറ്റൊരാൾക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല അല്ലെ. അതാണ് ഐസൊലേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? ഐസൊലേഷൻ ആയിട്ടുള്ള പേഷ്യന്റിന്റെ വസ്തുക്കളാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി പാത്തോളജിക്കൽ വേസ്റ്റ്. പാത്തോളജിക്കൽ എന്ന് പറഞ്ഞാൽ രോഗകാരികളായിട്ടുള്ള വേസ്റ്റുകൾ. ബോഡി പാർട്സ് അല്ലെ, മനുഷ്യന്റെയൊക്കെ ബോഡി പാർട്സുകൾ ഉണ്ടാകാം. ഹ്യൂമൻ ടിഷ്യൂസ്, അനിമൽ കാർക്കേസസ്. അനിമൽ കാർക്കേസസ് മൃതശരീരങ്ങള്, അനിമൽസിന്റെ ഡെഡ് ബോഡീസ് ഉണ്ടാവുമല്ലോ, മൃതശരീരങ്ങൾ. ഇത്രയുമാണ് ബയോളജിക്കലില് നമ്മൾ പറയുന്നത്. ഈ അടുത്ത സെക്ഷനിലോട്ട് നോക്കാം, കെമിക്കൽ റിസ്ക്, കെമിക്കൽ പരമായിട്ടുള്ള. ഇതെല്ലാം എന്താണ്? ബയോളജി പരമായിട്ടുള്ളതാണ്. ഷാർപ്പിലും ഇൻഫെക്ഷൻസും പാത്തോളജിക്കലും നമ്മൾ പറഞ്ഞത്. ഇനി കെമിക്കൽ പരമായിട്ടുള്ളത് നോക്കാം. ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റ്, നമ്മൾ നേരത്തെ പറഞ്ഞു ഫാർമസിയിൽ നിന്നുള്ള വേസ്റ്റുകൾ എന്തൊക്കെയാണെന്ന്. എക്സ്പയറി ഡ്രഗ്സ്, ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള മെഡിസിൻസുകൾ ഉണ്ടാകും. എക്സ്പയർഡ് വാക്സിൻസ്, അതുപോലെ തന്നെ കുത്തിവയ്പ്പുകള്, ഇഞ്ചക്ഷൻസുകളൊക്കെ ഡേറ്റ് കഴിഞ്ഞത്. സൈറ്റോടോക്സിക് വേസ്റ്റുകൾ. ഇനി കെമിക്കൽ വേസ്റ്റിൽ പറയുന്നത് കെമിക്കൽ സോൾവെന്റ്സ്, കെമിക്കൽ പരമായിട്ടുള്ള മറ്റു ലായകങ്ങളൊക്കെ ഉണ്ടാകും. മെർക്കുറി, ക്ലീനേഴ്സ്, ബാക്ടറീസ് അല്ലെ. ക്ലീനേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മള് ഫ്ലോർ ക്ലീൻ ചെയ്യാനും മറ്റു ക്ലീനിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന വസ്തുക്കൾ, ബാക്ടറീസുകൾ. റേഡിയോ ആക്റ്റീവ് വേസ്റ്റിനകത്ത് വരുന്നത് റേഡിയോ ന്യൂക്ലിയേറ്റ്സ്, റേഡിയോ ആക്റ്റീവ് എലമെന്റ്സുകളാണ് റേഡിയോ ന്യൂക്ലിയേറ്റ്സ് എന്ന് പറഞ്ഞാൽ. നമ്മൾ റേഡിയേഷനും എക്സ്റേക്കൊക്കെ ഉപയോഗിക്കുമ്പോൾ പുറപ്പെടുവിക്കുന്ന മാലിന്യങ്ങൾ. ഓക്കെ, ഇത്രയുമാണ് ടേബിളിലൂടെ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഈ ടേബിൾ പഠിക്കുമ്പോൾ ഷാർപ്പ് വേസ്റ്റുകൾ എന്തൊക്കെയാണ്, ഇൻഫെക്ഷസ് വേസ്റ്റുകൾ എന്തൊക്കെയാണ്, പാത്തോളജിക്കൽ വേസ്റ്റുകൾ എന്തൊക്കെയാണ്, അങ്ങനെ ഓരോ വേസ്റ്റുകളും സെപ്പറേറ്റ് പഠിക്കാം. ഈ ടേബിൾ പഠിക്കുന്നത് അങ്ങനെയാണ്. ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യുന്നത് എക്സ്പയറി ഡ്രഗ്സ്, വാക്സിൻസ്, സൈറ്റോടോക്സിക് വേസ്റ്റുകൾ അല്ലേ. ഷാർപ്പ് വേസ്റ്റ് എന്ന് പറയുന്നത് നീഡിൽസ്, ബ്ലേഡ്സ്, ബ്രോക്കൺസ് അല്ലേ. അപ്പൊ അങ്ങനെ ഓരോ ടൈപ്പ് വേസ്റ്റുകളിലും എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത് പഠിക്കണം. ഓക്കെ, ഇനി ഒന്ന് വായിച്ചു നോക്കിയ ടേബിൾ ഇമ്പോർട്ടന്റ് ആണ്. ടേബിൾ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് പഠിക്കാൻ പറ്റും, എളുപ്പമാണ്. അപ്പൊ മാക്സിമം വായിക്കുമ്പോൾ തന്നെ അതിനെ നമുക്ക് പഠിച്ചെടുക്കാൻ കൂടി നോക്കാം. ഓക്കെ, വായിച്ചോളൂ ടേബിൾ. കളർ കോഡാണോ ദിവ്യ ഉദ്ദേശിച്ചത്? കളർ കോഡാണോ? കളർ കോഡ് ഉണ്ട്, പഠിക്കാൻ പറഞ്ഞോളൂ, ധൃതി വെക്കല്ലേ. നമ്മൾ ഈ ഒരു സെക്ഷനിലോട്ട് എത്തിയിട്ടുള്ളൂ. കളർ കോഡൊക്കെ ഇന്ന രീതിയിലായിട്ട് പഠിക്കാനുണ്ട് കേട്ടോ.
ബ്രോക്കൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പൊട്ടിച്ചെതിരായിട്ടുള്ള വസ്തുക്കളൊക്കെ ഉണ്ടാവില്ലേ? ചിലപ്പോൾ എന്തെങ്കിലും ഗ്ലാസുകളോ അല്ലെങ്കിൽ ഇപ്പോൾ ടെസ്റ്റ് ട്യൂബും മറ്റും അങ്ങനെ ഗ്ലാസുകളൊക്കെ പൊട്ടിയിട്ടുള്ളത് അങ്ങനെയുള്ളതാണ് ബ്രോക്കൺ എന്ന് ഉദ്ദേശിക്കുന്നത്. ലബോറട്ടറിയിലൊക്കെ ആണെങ്കിലേ ഇപ്പൊ ടെസ്റ്റ് ട്യൂബ് നമ്മൾ എടുക്കുന്ന അതൊക്കെ പൊട്ടുന്നത് അങ്ങനെയുള്ള ചിതറുക ഒരു മീൻസ് ആണ്. കൾച്ചേഴ്സ് എന്ന് വെച്ചാല് നമ്മൾ ലബോറട്ടറിയില് കൾച്ചർ ചെയ്യാൻ കൊടുക്കുന്ന വസ്തുക്കള് നമ്മൾ കൊടുക്കാറില്ലേ? എന്താ പറയാ, ബ്ലഡ്, യൂറിൻ അങ്ങനെയുള്ളതാണ് കൾച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇൻട്രൊഡക്ഷൻ പറയാട്ടോ. ലേറ്റ് ആയാണോ ക്ലാസ്സിലേക്ക് കയറിയത്? അല്ലെങ്കിൽ ക്ലിയർ ആയില്ലേ പറഞ്ഞിട്ട്? ലേറ്റ് ആയിട്ടാണ്. ഓക്കെ ഓക്കെ. സൈറ്റോടോക്സിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, നമ്മൾ ക്യാൻസറിനൊക്കെ ഉപയോഗിക്കുന്ന മെഡിസിൻ ആണ്. അത് കോശങ്ങൾക്കൊക്കെ നമുക്ക് സെല്ലുകളെ നശിപ്പിക്കുന്ന മെഡിസിൻ ആണ്. ഓക്കെ. ദെൻ ഇൻട്രൊഡക്ഷൻ ഒന്ന് ജസ്റ്റ് ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. ഇനി ആരെങ്കിലും ലേറ്റ് ആയിട്ടുള്ളവരെ ബാക്കി ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കാം. ഇൻട്രൊഡക്ഷനിൽ പറയുന്നത് ഞാൻ ഓവറോൾ ആയിട്ട് ചുരുക്കി പറഞ്ഞാൽ മതിയോ? വായിക്കണോ? ടോട്ടൽ ആയിട്ട് ചുരുക്കി പറയാം, മതിയോ? ചുരുക്കി പറഞ്ഞാൽ മതി. ഓക്കെ. റീജയും മനസ്സിലാവില്ല, ലേറ്റ് ആയിട്ടാണോ കയറിയത്? ഓക്കെ, കുഴപ്പമില്ല, നോക്കാം. അപ്പോ ഇൻട്രൊഡക്ഷനിൽ പറയുന്നത് എന്താണ് ബയോമെഡിക്കൽ മാലിന്യങ്ങൾ, അതായത് ഇൻട്രൊഡക്ഷൻ ഭാഗത്ത് മെയിൻ ആയിട്ട് പറയുന്നത് ക്ലാസ്സിൽ ഉണ്ടായിരുന്നു. ഓക്കെ ഓക്കെ. ദെൻ ഇൻട്രൊഡക്ഷനിൽ നമ്മൾ പറയുന്നത് നമുക്കറിയാം, ഓരോ ദിവസം കൂടുന്തോറും ഇന്ന് പല പല ഹോസ്പിറ്റലുകളുടെ എണ്ണം കൂടിക്കൊണ്ട് വരികയാണ്. അല്ലെ? ഇപ്പൊ നമ്മളുടെ ലൊക്കാലിറ്റിയിൽ തന്നെ നോക്കുകയാണെങ്കിൽ 1-2 ഹോസ്പിറ്റലുകളൊക്കെ ഉണ്ടാകും. സോ മെഡിക്കൽ അഡ്വാൻസ്മെന്റ് കൂടുന്നതിനനുസരിച്ച് പുതിയ പുതിയ ഹോസ്പിറ്റൽ കൺസ്ട്രക്ട് ചെയ്തുകൊണ്ട് വരുന്നു. ഈ പുതിയ പുതിയ ഹെൽത്ത് കെയർ സിസ്റ്റം വരുന്നതനുസരിച്ചിട്ട് അവിടെ നിന്നുള്ള ബയോമെഡിക്കൽ മാലിന്യങ്ങളുടെ എണ്ണം, മാലിന്യങ്ങളുടെ അളവ് കൂടിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ നമ്മള് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജനങ്ങൾ പോപ്പുലേഷൻ കൂടുന്നതിനനുസരിച്ചിട്ടാണ് ജനങ്ങളുടെ നമ്മുടെ പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗമൊക്കെ കൂടുന്നത്. അല്ലേ? പോപ്പുലേഷൻ ഉണ്ട്, ജനങ്ങൾ അപ്പൊ അത് ഉപയോഗിച്ച് കഴിയുമ്പോൾ മാലിന്യമായിട്ട് മാറുകയാണ്. അല്ലേ? അപ്പൊ അതുപോലെ തന്നെ ദിവസം പ്രതി നമ്മൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന മെഡിക്കൽ അഡ്വാൻസ്മെന്റിന്റെ ഫലമായിട്ട് പുതിയ പുതിയ ഹോസ്പിറ്റലുകൾ കൺസ്ട്രക്ട് ചെയ്യുന്നു. സോ അവിടെ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ബയോമെഡിക്കൽ മാലിന്യങ്ങളുടെ അളവ് കൂടുന്നു. ഇനി എന്താണ് ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേസ്റ്റ് ഫ്രം മെഡിക്കൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റി, ഹോസ്പിറ്റലുകളിൽ നിന്നോ അതുപോലെ തന്നെ മറ്റു ടെസ്റ്റിംഗ് സെന്റേഴ്സുകളിൽ നിന്നോ ലബോറട്ടറികളിൽ നിന്നോ പുറപ്പെടുവിക്കുന്ന മാലിന്യങ്ങളെയാണ് നമ്മൾ ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് വിളിക്കും, ഓർ ഹെൽത്ത് കെയർ വേസ്റ്റ് എന്ന് പറയും. രണ്ട് രീതിയിലും പറയാം. ബയോമെഡിക്കൽ വേസ്റ്റ് എന്നോ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ വേസ്റ്റ് എന്നോ വിളിക്കുന്നു. ഇനി ഈ ബയോമെഡിക്കൽ മാലിന്യങ്ങള് കുറച്ച് നമുക്ക് മറ്റു റിസ്ക് ഉള്ള ഒരു സംഭവമാണ്. അല്ലെ? അതായത് ഈ ബയോമെഡിക്കൽ മാലിന്യങ്ങള് അതുമായിട്ട് ബന്ധപ്പെടുന്ന വർക്കേഴ്സ്, ഈ മാലിന്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന സ്റ്റാഫുകൾക്കും അതുപോലെ തന്നെ പൊതുജനങ്ങൾക്കും നിയർ ബൈ ഫ്ലോറ ആൻഡ് ഫോണ. ഫ്ലോറ ആൻഡ് ഫോണ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഹോസ്പിറ്റലിന്റെ പരിസരത്തുള്ള സസ്യ ജന്തുജാലങ്ങൾക്കും ഇത് റിസ്ക് ആണെന്ന്. ഈ ഹോസ്പിറ്റൽ മാലിന്യങ്ങള് അതുമായിട്ട് അവർക്ക് അതിന്റെ അനന്തരഫലം അനുഭവിക്കേണ്ടത് ഇവരൊക്കെയാണ്. ആരൊക്കെയാണ്? വർക്കേഴ്സ്, പബ്ലിക്, പൊതുജനങ്ങൾ അനുഭവിക്കണം, സസ്യ ജന്തുജാലങ്ങൾ. ഇനി പറയുന്നത്, അപ്പോ ഇതൊരു ഡിസ്പോസൽ, ഈ മാലിന്യങ്ങൾ എങ്ങനെ ഡിസ്പോസൽ ചെയ്യുന്നു എന്നുള്ളത് ഒരു ആശങ്കയായിട്ടുള്ള ഒരു കാര്യമാണെന്ന്. ഡിഫിക്കൽട്ട് മെജോറിറ്റി വേൾഡ്, അതായത് ടോട്ടൽ നമ്മുടെ ലോകത്തിലെ ഡെവലപ്പിംഗ് ആയിട്ടുള്ള എല്ലാ കൺട്രീസിലും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻവയോൺമെന്റൽ പൊല്യൂഷൻ ആണ്. എന്തുകൊണ്ടാണ് ഈ എൻവയോൺമെന്റൽ പൊല്യൂഷൻ ഉണ്ടാകുന്നത്?
ഈ ഹോസ്പിറ്റലുകളിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ വേസ്റ്റുകൾ, അതായത് റാപ്പിഡ് ഗ്രോത്ത് ഓഫ് നമ്പർ ഓഫ് ഹെൽത്ത് കെയറിന്റെ എണ്ണം ഇങ്ങനെ ഡെവലപ്മെന്റ് ആയിട്ടുള്ള കൺട്രീസിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇതിന്റെ എണ്ണം കൂടുന്നതനുസരിച്ചിട്ട് മാലിന്യങ്ങളുടെ അളവും കൂടുന്നു. സോ ഓട്ടോമാറ്റിക്കലി എന്താണ് അവിടെ പൊല്യൂഷനും കൂടിക്കൊണ്ടിരിക്കുന്നു. ഇത്രയാണ് ഇൻട്രൊഡക്ഷനിൽ പറയുന്നത്. ക്ലിയർ ആയോ? ഡൗട്ട് ചോദിച്ച ആൾക്ക് ക്ലിയർ ആയോ? ബാക്കി എല്ലാവർക്കും നോക്കിയാണോ? ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ മാത്രം പറയുന്നുള്ളൂ ഇൻട്രൊഡക്ഷനിൽ. അപ്പോ നമ്മളിന്ന് ബയോമെഡിക്കൽ ഇത്രയും മതിയില്ല ഇന്നത്തെ ക്ലാസ്സിൽ. എവിടെ വരെയാണ് നമ്മൾ ടേബിൾ കംപ്ലീറ്റ് ചെയ്തിട്ടോ? ടേബിൾ വരെയാണ് ഇത് നോട്ട് ചെയ്ത് വെച്ചേക്കൂ. അടുത്ത ക്ലാസ്സിൽ ഞാൻ ചോദിക്കുമ്പോൾ ഡൗട്ട് തോന്നണ്ട. അപ്പോ പുതിയൊരു ചാപ്റ്റർ ആണ് സ്റ്റാർട്ട് ചെയ്തത്, ബയോമെഡിക്കൽ വേസ്റ്റ്. വളരെ നല്ലൊരു ചാപ്റ്റർ ആണ് കേട്ടോ. വളരെ നല്ലൊരു ചാപ്റ്റർ എന്ന് വെച്ചാൽ മറ്റു ചാപ്റ്റർ മോശമൊന്നുമില്ല കേട്ടോ. ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ അധികം ആർക്കും അറിയില്ലാത്തൊരു ഏരിയ ആണ് അല്ലെ. ബാക്കി ഹോസ്പിറ്റലിലെ ഒരുവിധം ഡിപ്പാർട്ട്മെന്റ്സുകളെ കുറിച്ച് നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറയാൻ പറ്റും. പക്ഷെ ഈ വേസ്റ്റ് കൈകാര്യം ചെയ്യുന്നതിനെ കുറിച്ച് വലിയ അറിവൊന്നും ഉണ്ടായിരിക്കില്ല. ഉണ്ടോ? അപ്പൊ നിങ്ങൾക്ക് കുറച്ച് ഒരു എന്താ പറയാ അറിയാത്ത കാര്യങ്ങൾ നമ്മൾ പുതിയതായിട്ട് അറിയുമ്പോൾ കുറച്ചും കൂടി ഒരു ഇൻട്രസ്റ്റിംഗ് ഒക്കെ ഉണ്ടോ? അല്ലെങ്കിൽ ഉറങ്ങിയാണോ ക്ലാസ്സിലിരുന്ന്? ഉറങ്ങണവരുണ്ടോ ആരെങ്കിലും? ചെറുതായിട്ടൊക്കെ അറിയാം അല്ലേ? ഓക്കെ. അപ്പൊ കുറച്ച് പേർക്ക് ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ട്. നല്ല ചാപ്റ്റർ ആണ് കേട്ടോ. കാരണം ഇതിൽ നമ്മൾ കൂടുതൽ നമുക്ക് ഇത് പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് കൂടുതലും ഇത് ഞാൻ പറയാറില്ല എപ്പോഴും നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നോക്കണം. നിങ്ങൾ നോക്കാറുണ്ടോ എന്ന് എല്ലാ ക്ലാസ്സിലും പറയാറുണ്ട് കേട്ടോ. അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു സന്തോഷമാകും എന്നുള്ളത്. അപ്പൊ നമ്മൾ ഇനിയിപ്പോ ക്ലാസിഫിക്കേഷനിൽ അടുത്തത് നമ്മൾ ഒരു കളർ കോഡൊക്കെ പഠിക്കും. പഠിച്ചു കഴിയുമ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത്രയും നാളെ നമ്മൾ പഠിച്ചിട്ടില്ല, നമുക്ക് അറിയില്ല അത്. അപ്പൊ പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടോ എന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ. അപ്പൊ എടുത്തത്രയും ക്ലിയർ ആണോ ഇന്നത്തെ ക്ലാസ്സില്? ക്ലിയർ ആണ് മാം. താങ്ക് യു. ഓക്കെ ആണല്ലോ. ജസ്റ്റ് ഇന്ന് തന്നെ ഇത് വായിക്കാം കേട്ടോ. ഇന്ന് തന്നെ നിങ്ങൾക്ക് വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളത് പഠിച്ചു കഴിയും. നിങ്ങൾ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യും. താങ്ക് യു മാം. ഓക്കെ. താങ്ക് യു ഓൾ. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.